ഒരു ബേസ് സ്റ്റേഷൻ ശൂന്യാകാശത്തിൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്ന പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ് 2023 ISRO കോൺഫറൻസ് അറ്റ് ബാംഗ്ലൂർ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം ലൂക്കോസ് 21:25. നിങ്ങളുടെ ബൈബിൾ കൂടെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഒറ്റ വർഷം നോക്കിയാൽ ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ഇപ്പം നടക്കുന്നു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം. കടൽ അലറുന്നു. ഇസ്രായേലിൻ്റെ പർവ്വതനിരയും ഇന്ന് രാത്രി ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ ഒലിവുമലയോട് ചേർന്നു. അതിൻ്റെ പേരാ മെഗിദോ താഴ്വര. ആദ്യം തുടങ്ങുന്ന ഇസ്രായേൽ. 12 അധ്യായങ്ങളുടെ പ്രത്യേകത. ഇതെല്ലാം പ്രവചനങ്ങൾ, അതുകൊണ്ട് ക്ലിയർ ആയിരിക്കണം. 1, ഇസ്രായേലിനെതിരെയുള്ള നെബൂഖദ്നേസറിന്റെ ആക്രമണം. 2, ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ രാത്രിയിൽ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. നിർമ്മലമായ തിരുവെഴുത്തും ക്രിസ്തുയേശുവിലുള്ള സാക്ഷ്യവും നിമിത്തം സന്ധ്യയെങ്കിൽ ഒരു ദിനം കൂടി വചനവുമായി നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരവസരം കൂടി തന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ നടക്കുന്ന സീനായ് ഗോസ്ബൽ മിനിസ്ട്രിയുടെ വാർഷിക കൺവെൻഷനിൽ തിങ്കൾ മുതൽ ബുധൻ വരെ വചനപ്രഘോഷണത്തിന് ക്ഷണിച്ച അനിൽകുമാർ പാസ്റ്റർ, ദൈവസഭ, കുടുംബം, കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഇന്ന് രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനുഗ്രഹീതനായ മുക്കുന്നമലയിലെ ചർച്ച കൊണ്ട് ദൈവദാസൻ ഞങ്ങൾ ബഹുമാനിക്കുന്നു ജോണി പാസ്റ്റർ ഇന്ന് രാത്രി ചില മിനിറ്റുകളിൽ കൂടി ദൈവവചനം കേൾക്കണമെന്ന് യോവൻ്റെ ആ വചനം എടുത്തുകൊണ്ട് ഒരു ഭാഗം പറഞ്ഞ് സമർപ്പിച്ച ബഹുമാനപ്പെട്ട പ്രായത്തിൻ്റെ ആധിക്യത്തിലും കടന്നു വന്ന മെസ്സായ നേശമണി പാസ്റ്റർ, സ്റ്റേജിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ, എല്ലാവരോടുമുള്ള അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പ്രസംഗിക്കുകയും പിന്നത്തതിൽ കഴിഞ്ഞ വർഷം ദേവാറയിൽ പ്രസംഗിക്കാനിടയായി. ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് കർത്താവിൻ്റെ ദാസനെ യോഗത്തിന് ക്ഷണിക്കുകയും കൃപയാൽ എത്തിച്ചേരുവാനും ഇടയായി. ഇന്ന് രാത്രി സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രസക്തി. വർഷങ്ങളായി ഇവിടെ യോഗം നടക്കുന്നതിൻ്റെ പ്രസക്തി പല കുഞ്ഞുങ്ങളും വിചാരിക്കും ദൈവസഭയിൽ ചില്ലറയൊക്കെ കിട്ടിയത് കൊണ്ടാണ് യോഗം നടത്തുന്നതെന്ന്. അതല്ല, കാശും പുത്തൻ്റെ അല്ല, ദൈവസഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് സുവിശേഷ മഹായോഗം. സുവിശേഷ മഹായോഗത്തിൻ്റെ പ്രത്യേകത 5 കാര്യങ്ങൾ. 1, ദേശത്തെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 2, കാന്തൻ്റെ കാകളത്തിങ്കൽ അവർ എടുക്കപ്പെടണം. 3, നമ്മുടെ ദേശത്ത് സമാധാനമുണ്ടാകണം. 4, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. 5, ഒരു സഭയല്ല, എല്ലാ സഭയിലും ആത്മാക്കൾ മുട്ടുമടക്കണം. അതിനുവേണ്ടി ദൈവം ദൈവകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാ സുവിശേഷ മഹായോഗം. ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കുക. 2 മുന്നറിയിപ്പുകൾ പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി വിശുദ്ധ തിരുവചനത്തിലേക്ക്. സുന്ദരമായ ലോകം 7 വൻകര, ഏഷ്യ, ആഫ്രിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക, 262 ലോകത്തിലെ രാഷ്ട്രങ്ങൾ, അതിനോടനുബന്ധിച്ച് 198 പരമാധികാര രാഷ്ട്രങ്ങൾ, അതുപോലെ അനുബന്ധിച്ച് 6500 ഭാഷ സംസാരിക്കുന്ന ലോക മനുഷ്യർ, 850 കോടിയിലേക്ക് ലോക ജനസംഖ്യ. ചൈനയെ കടത്തിപ്പെട്ടിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള പട്ടണമായി മാറി. നാളെ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പ്രതിപാദിക്കാൻ വയ്യ. ഒരു കഴുകൻ ആഴത്തിലേക്ക് കടന്ന് ഇര തേടി ആകാശത്തിൻ്റെ സീമയിൽ കടക്കുന്നത് പോലെ ഉലകത്തിലെ കണ്ടുപിടുത്തങ്ങളും ലോകത്തിൻ്റെ പ്രതിച്ഛായകളും സാമ്പത്തിക മണ്ഡലങ്ങളും ഉത്തുംഗ ശൃംഗത്തിൻ്റെ ഉന്നതത്തിലേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യകുലത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് 2019 ഒക്ടോബർ മാസം ചൈനയിൽ നിന്നിറങ്ങിയ ഒരു മഹാമാരി ലോകത്തിൻ്റെ താളഗതികളെ മാറ്റി. പിന്നിൽ നാം ശ്രദ്ധിക്കുമ്പോൾ 3 വർഷത്തിന് പുറകിൽ അന്തിയോർക്കോണവും അതുപോലെ തന്നെ പേയാടും അതുപോലെ തന്നെ കാട്ടാക്കടയിൽ ദൈവകുഞ്ഞുങ്ങൾ കണ്ടു. ഒരു 3 വർഷത്തിന് പുറകിൽ എവിടെ തൊട്ടാലും 1 ഗ്രാം വൈറസ്, നോട്ടിനകത്ത് വൈറസ്, പാൽ പാക്കറ്റിനകത്ത് വൈറസ്, വണ്ടിയുടെ കമ്പിയെ പിടിച്ചാൽ വൈറസ്, അത് കഴിഞ്ഞ് ഇടുന്ന ഡ്രസ്സിനകത്ത് വരെ വൈറസ് ആഞ്ഞടിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവിടെയെല്ലാം വൈറസ് ആഞ്ഞടിച്ചപ്പോഴും ഇന്ന് രാത്രി വൈറസ് കടക്കാത്ത ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. അതിൻ്റെ പേരാ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. എന്താ ഈ വൈറസിൻ്റെ പ്രത്യേകത എന്നറിയാമോ? ഓരോ 100 വർഷവും ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഓരോ 100 വർഷവും ഒരു മഹാവ്യാധി ഇവിടെ ആഞ്ഞടിക്കും. അതിനാസ്പദമായി 1800 ഒരു മഹാവ്യാധി ഇവിടെ വന്നു. ഇവിടെ പഠിക്കുന്നവർക്കും സയൻസ് അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ആ മഹാവ്യാധിയുടെ പ്രത്യേകതയായിരുന്നു
ഏറ്റവും നിർണായകമായി പ്ലേഗ്. ഒരുപാട് പേര് ലോകത്തിൽ മരണത്തിലേക്ക് തള്ളിവിട്ടതായിരുന്നു പ്ലേഗ്. അത് കഴിഞ്ഞ് 117 വർഷം ലോകം വളരെ സ്വസ്ഥമായി പോയി. 117 വർഷം കഴിഞ്ഞപ്പോൾ 3 സംഭവങ്ങൾ നാഥൻ്റെ വരവിൻ്റെ ചാലുകൾ ഇവിടെ ഒരുങ്ങി. 917 രണ്ടാമത്തെ സംഭവം വരുന്നു. അതിൻ്റെ പേര് സ്പാനിഷ് ഫ്ലൂ. ഒരു മഹാമാരി അനവധി പേരെ മരണത്തിലേക്ക് കൊണ്ടുപോയി. അതിനോടനുബന്ധിച്ച് വേറൊരു സംഭവം നടന്നു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറമേലും വന്നു ഭവിക്കട്ടെ എന്ന് നിലവിളിച്ച യഹൂദൻ ലോകത്തിൻ്റെ 5 വൻകരകൾ ആ കാലഘട്ടങ്ങളിൽ കൊച്ചി മട്ടാഞ്ചേരി മുതൽ നൈജീരിയ വരെ ചെറിയ യഹൂദൻ ആദ്യമായി മടങ്ങി വരുന്നത് 917 നവംബർ 11 രാത്രി 11 സെക്കൻഡ്. ആ വിളംബരത്തിൻ്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. ആദ്യമകാലത്ത് കാട്ടാക്കടയിൽ അഥവാ നമ്മുടെ ക്രിസ്ത്യൻ കോളേജിലൊക്കെ പ്രേംരാജ് സാറൊക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിൽ BA ഹിസ്റ്ററിയിൽ ഈ ഒരു പാർട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറിപ്പോയി. യഹൂദൻ്റെ മടങ്ങി വരവ്. അതിനോടനുബന്ധിച്ച് 3-ാമത്തെ സംഭവമായി റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം വന്നു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉപജ്ഞാതാവ് റഷ്യക്കാരനല്ല, ഒരു യഹൂദനായ ചെറുപ്പക്കാരനായിരുന്നു. അവൻ്റെ പേര് സമത്വം സുന്ദരം. ലോകത്തിൻ്റെ ഭാവി, സമത്വ സുന്ദരമായ ഭാവി. അതിനുവേണ്ടി സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസത്തിൻ്റെ മാർഗം കൊണ്ട് ഒരു യഹൂദനായ ചെറുപ്പക്കാരനാ കാർൽ മാർക്സ്. അവൻ ചമച്ചതാ കമ്മ്യൂണിസ്റ്റ്. അവൻ്റെ കൂടെ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ്റെ പേര് ഫ്രെഡറിക് എംഗൽസ്. വന്നത് ഇസ്രായേലിലല്ല, സാർ ചക്രവർത്തിമാരെ വെട്ടിമാറ്റിക്കൊണ്ട് 917 മെയ് മാസം 1-ാം തീയതി അനവധി തൊഴിലാളി സഖാക്കൾ റഷ്യയുടെ ക്രെംലിൻ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, സർവ്വലോക തൊഴിലാളികളെ സംഘടിക്കുവിൻ. സംഘടിച്ചു ശക്തരാകൂ. അന്ന് ആദ്യമായിട്ട് ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം. കർത്താവിൻ്റെ വരവിൻ്റെ 3 ലക്ഷണങ്ങൾ 917. 1 ഒരു മഹാമാരി, 2 യഹൂദൻ മടങ്ങി വരുന്നു, 3 റഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണം. അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം 102 വർഷം വളരെ കുഴപ്പമില്ലായിരുന്നു. 2019 ചൈനയിൽ നിന്നിറങ്ങിയ 1 ഗ്രാം വൈറസ്, അൺസീൻഡ് വൈറസ്, ആർട്ടിഫിഷ്യൽ വൈറസ്, 15 രൂപയുടെ സോപ്പ് കൊണ്ട് കുമിള കൊണ്ട് കഴുകിക്കളയുന്ന വൈറസ് നാം എല്ലാം കണ്ടു. ഇത് സാധാരണ സംഭവം, ഇത് അവസാനിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൻ്റെ ഒരു ചാല ഇവിടെ. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട 3 പ്രഭാഷണങ്ങൾ. 1 ഗിരിപ്രഭാഷണം, 2 ഒലിവുമല പ്രഭാഷണം, 3 മാളികമുറി പ്രഭാഷണം. മൗണ്ടൻ ഓഫ് എസ്കറ്റോളജി അഥവാ സെർമൺ ഓഫ് ദ മൗണ്ട് ഓഫ് ദ ഒലിവ്. ഒലിവുമലയിൽ ശിഷ്യന്മാരോട് സംവദിക്കുമ്പോൾ വരവിൻ്റെ ലക്ഷണങ്ങൾ ഒരു ചാലിഞ്ഞ യേശു പറയുന്നു. മത്തായി 24:21 ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടമെന്നാളുണ്ടാകും. അനവധി കഷ്ടങ്ങളുടെ ഒരു തുടക്കം, വരാൻ പോകുന്ന കഷ്ടങ്ങളിൽ പാൻഡമിക് പാനിക് സിറ്റുവേഷൻ്റെ ഒരു തുടക്കമായി കോവിഡ്. അതുകൊണ്ട് ഈ കോവിഡ് എവിടം വരെ എത്തിയെന്നറിയാമോ? അന്ന് തുടങ്ങിയത് നോവൽ കൊറോണ. അത് ഏറ്റവും അവസാനം വന്നത് ഒമിക്രോണിലാണ്. അതിനുശേഷം അമേരിക്കയിൽ JN2 അടിക്കുന്നുണ്ട്, ഇന്ത്യയിലും പനിയുണ്ട് JN1. അതാ ഈ കോവിഡ് സാധാരണ സംഭവമല്ല. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ ഒരു വലിയ കഷ്ടം. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ് സച്ച് എ പാനിക് ഓർ പാൻഡമിക് സിറ്റുവേഷൻ നോട്ട് എറ്റ് ഇൻ റൈസ് ദ ഹ്യൂമൻ കിങ്ഡം വാച്ചിങ് എ സൈമിൾട്ടേനിയസ് പേസ്റ്റിലൻസ് ആൾ ഓവർ ദ വേൾഡ്. ഒരു മഹാമാരി ഉലകത്തിൽ വരും. ഇതൊരു അന്ത്യകാല സംഭവത്തിൻ്റെ തുടക്കം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കോവിഡിൻ്റെ മറവിൽ ചില സംഭവങ്ങൾ ഇവിടെ നടക്കുന്നു. 2 കാര്യങ്ങൾ. ഒരു വിമാനം ആകാശത്തിൻ്റെ മണ്ഡലത്തിൽ യാത്രയാകുന്നതിന് മുമ്പ് മുന്നറിയിപ്പ് പോലെ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ട്രെയിൻ വരുന്നതിന് മുമ്പ് മലയാളത്തിലും ഹിന്ദിയിലും അലർട്ട് വരുന്നത് പോലെ ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ കാന്തൻ്റെ വരവിൻ്റെ 30ഓളം പ്രവചന സൂക്തങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു. 2 കാര്യങ്ങൾ തൊട്ടുവെച്ചുകൊണ്ട് ദാനിയേൽ പ്രവചനത്തിലേക്ക്. 1-ാമത്തെ സംഭവം ഇന്ത്യയും ബഹിരാകാശവും. അതിൻ്റെ പ്രത്യേകത 2023 വൻ കണ്ടുപിടുത്തങ്ങളുടെ നിറകൂടമായി ശാസ്ത്രലോകം ISRO മാറി. ഏകദേശം 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രനെ താണ്ടുവാൻ ഇന്ത്യ ഒരു പരിവേഷണം കൊണ്ടുവന്നു, ചന്ദ്രയാൻ 3. അതിനാസ്പദമായി ഒരു റോക്കറ്റിനകത്ത് 36 ഉപഗ്രഹങ്ങൾ ചന്ദ്രനിലേക്ക് കൊണ്ടുപോയി. അതിനകത്തൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഉപഗ്രഹങ്ങൾ അവിടെ ഇറങ്ങി ചന്ദ്രൻ്റെ ഭൗമോപരിതലത്തിൽ അത് ലാൻഡ് ചെയ്തു. അതിനുശേഷം ഈ റോക്കറ്റിനകത്തൊരു ക്യാമറ, അവൻ്റെ പേര് വിക്രം ലാൻഡർ. ഇന്ന് രാത്രി സീനയുടെ കൺവെൻഷൻ നടക്കുമ്പോഴും ചന്ദ്രൻ്റെ അന്നേരമുള്ള പടങ്ങൾ ISROക്ക് അയച്ചുകൊണ്ട് ഇന്ത്യയുടെ 1-ാമത്തെ പരിവേഷണം ചന്ദ്രയാൻ 2. ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ 15 കോടി കിലോമീറ്റർ കത്തിപ്പടുക്കുന്ന സൂര്യനെ താണ്ടുവാൻ ഇന്ത്യ 2-ാമത്തെ പരിവേഷണത്തിലേക്ക് പോയി. അതിൻ്റെ പേര് നിർണായകമായ ഗഗൻയാൻ. അതിന് ആസ്പദമായ ഒരു ഉപഗ്രഹത്തെ വിട്ടുകഴിഞ്ഞു. അവൻ്റെ പേര് ആദിത്യ 3. 15 ലക്ഷം കിലോമീറ്റർ താണ്ടി തൽക്കാലം അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ട് ശൂന്യാകാശത്തിൻ്റെ പണമയക്കുന്നു. താമസമിന അതും കടക്കാൻ പോകുന്നു സൂര്യനിലേക്ക്. 3-ാമത്തെ സംഭവമായി ഇന്നത്തെ ഇവിടുത്തെ അധ്യാപകരുടെ മൊബൈലിനകത്തും അതുപോലെ തന്നെ അവരുടെ പഠനശാലയിലും വന്നൊരു സംഭവമുണ്ട്. മനുഷ്യൻ ചൊവ്വയിലേക്ക് 5.25 കോടി കിലോമീറ്റർ കത്തുന്ന ചൊവ്വയെ പിടിക്കുവാൻ മലയാളി തയ്യാറെടുക്കുന്നു. അതിന് പേരുമിട്ട് മാർസ് 1. വിളപ്പിൽശാല സ്കൂളോ അല്ലെങ്കിൽ കട്ടക്കോട് സ്കൂളോ അല്ലെങ്കിൽ കിള്ളി സ്കൂളിലെ അധ്യാപകർ ഫിസിക്സ് അല്ലെങ്കിൽ അവരുടെ ജോഗ്രഫി ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ മതി, മാർസ് 1 നിങ്ങളുടെ മൊബൈലിൽ രാത്രിയിൽ അടിച്ചാൽ കിട്ടും മനുഷ്യൻ ചൊവ്വയിലേക്ക്. ആരൊക്കെ പോകുന്നു? പാലക്കാടുകാരി ലേഖ ശ്രദ്ധ. അതിനൊപ്പം തിരുവനന്തപുരം സ്വദേശി രാകേഷും ചൊവ്വയിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന്
മനുഷ്യകുലത്തെ ചൊവ്വയിൽ കൊണ്ടുപോകാൻ ഒരു ചെറുപ്പക്കാരൻ മൈക്രോചിപ്പിന്റെ ഉപജ്ഞാതാവ് എലോൺ മസ്കും തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സകല വാർത്താ മാധ്യമങ്ങളും കൊടുത്തു കഴിഞ്ഞു ചൊവ്വയിലും മലയാളി. അങ്ങനെയെങ്കിൽ ഇവിടെ ഉറങ്ങാൻ താല്പര്യമുള്ള ആളെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോകുന്നത് നല്ലതായിരിക്കും. ചൊവ്വയിൽ ഒരു ദിവസം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ 4 മാസം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കത്തുള്ളൂ. ഉറങ്ങുന്നവർക്ക് 120 ദിവസം ഉറങ്ങാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമായി ചൊവ്വ മാറുന്നു. 120 ഡേയ്സ് കമ്പിളി പുതച്ചുറങ്ങാൻ നല്ല സ്ഥലം. അതിൻ്റെ പേരാ മാർസ് 1. 3. 4-മത്തെ സംഭവം, ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശത്തിൻ്റെ ശാസ്ത്രജ്ഞയായ സുനിത വില്യംസ് അവർ 2ാം പ്രാവശ്യവും ബഹിരാകാശത്തിൽ പോയി ഇന്ന് രാത്രിയോ ബഹിരാകാശത്തിൻ്റെ പടങ്ങളെല്ലാം കൊടുക്കുന്നു. അടുത്ത ഫെബ്രുവരി അവർ മടങ്ങി വരാൻ പോകുന്നു. അവർ പോയ പേടകം താൽക്കാലികമായി മടങ്ങിയെത്തിക്കഴിഞ്ഞു. 5-മത്തെ സംഭവം, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് 2023 ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ബാംഗ്ലൂർ ISROയിൽ പോയിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എന്നും ഇങ്ങനെ നമ്മൾ ആളെ അയക്കുന്നതിലും നല്ലത് അവിടെ ഒരു ബേസ് സ്റ്റേഷൻ ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അതിൻ്റെ മലയാളം പറഞ്ഞാൽ പേയാട് ഒരു തട്ടുകട ഇടുന്നത് പോലെ ഒരു ബേസ് സ്റ്റേഷൻ ശൂന്യാകാശത്തിൽ ഇന്ത്യ ഉണ്ടാക്കാൻ പോകുന്നത് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ. വി നീഡ് എ ബേസ് സ്റ്റേഷൻ അറ്റ് ദ സ്പേസ് 2023 ISRO കോൺഫറൻസ് അറ്റ് ബാംഗ്ലൂർ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ബൈബിളിനകത്ത് ഇതെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗം ലൂക്കോസ് 21:25. നിങ്ങളുടെ ബൈബിൾ കൂടെ സൂര്യനിലും ചന്ദ്രനിലും നക്ഷത്രങ്ങളിലും മഹാലക്ഷ്യങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ ഒറ്റ വർഷം നോക്കിയാൽ ഇന്ത്യയുടെ കണ്ടുപിടുത്തങ്ങൾ അവിടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യം ഇപ്പം നടക്കുന്നു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം. കടൽ അലറുന്നു. അതിന് പേരിട്ട് കള്ളിക്കടൽ, കള്ളക്കടൽ. അതിൻ്റെ അർത്ഥം പൂവാറും പഴവഞ്ചാലിലും അതുപോലെ വിഴിഞ്ഞത്തുമല്ല ശംഖുമുഖത്തും ചിന്നമ്മേ ശോശാമയും വെള്ളം കോരാൻ വെച്ചിരിക്കുന്ന ബക്കറ്റ് തിരമാല എടുത്തുകൊണ്ട് പോകുന്നു. പുറേ വീടിൻ്റെ മതിലും കൊണ്ടുപോകുന്നു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം ഭൂസീമവാസികൾക്ക് നിരാശയോട് കൂടിയ പരിഭ്രമം വരുന്നു. സുനാമി ഈ വർഷവും അതൊരു വലിയ സംഭവമായി മാറുന്നു. നമ്പർ 1 കോവിഡിൻ്റെ മറവിൽ. നമ്പർ 2 ഇന്ന് രാത്രി നിങ്ങൾ വിട്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം തൊട്ടടുത്ത പട്ടണത്തിനകത്ത് അനേകം ആശുപത്രികൾ. അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ പ്രത്യേകത തിരുവനന്തപുരത്ത് ഏത് ആശുപത്രിയിൽ പോയാലും ഇപ്പോൾ മുട്ടുമാറ്റും, ലങ്സ് മാറ്റും, ലിവർ മാറ്റ്, ഹാർട്ടിൽ ആൻജിയോ ചെയ്യും, അല്ലെങ്കിൽ ഹൃദയം മാറ്റിവെക്കും. ഇതെല്ലാം മണിക്കൂറുകൾ കൊണ്ട് വണ്ടിയുടെ സ്പെയർ പാർട്സ് മാറ്റുന്ന പോലെ മാറ്റുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ ഇവിടുത്തെ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുന്നു. ചൈനയിൽ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ, ഹാർബീൻ മെഡിക്കൽ സെൻറ്റർ. അവിടെ 70 വയസ്സുള്ള ഒരു അപ്പച്ചൻ പറയുന്നു, അടുത്തൊരു കണ്ടുപിടുത്തം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. മനുഷ്യൻ്റെ തല മാറ്റിവെക്കാൻ തയ്യാർ. ദാണ്ടെ റഷ്യക്കാരനായ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ തലയ്ക്കകത്ത് വല്ലാത്ത ഞരമ്പിനെ പിടിക്കുന്ന രോഗം വന്നു. ഇങ്ങനെ വല്ലാത്ത അവസ്ഥ, അവന് ചലിക്കാൻ പറ്റുന്നില്ല. ത്രോട്ട് വഴി അവന് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ പയ്യനോട്, 27 വയസ്സുകാരനോട് ഡോക്ടർ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, നിൻ്റെ തല അറുത്ത് മാറ്റിയിട്ട് യോജിച്ച് ഒരു തലമുറക്ക് തല കിട്ടിയാൽ ഞാൻ 8 മണിക്കൂർ കൊണ്ട് വെന്റിലേറ്റർ സഹായത്തോടെ തല അറുത്തിട്ട് പുതിയത് ഞാൻ കുത്തിക്കെട്ടി ക്ലിയർ ആക്കി തരാം. 30 ദിവസം ആശുപത്രി കടക്കാൻ റെഡിയാകുന്നു. 2027 ഈ കണ്ടുപിടുത്തത്തിൻ്റെ പ്രവൃത്തി ചൈനയിൽ നടക്കും. അതിൻ്റെ പേര് മൊബൈലിലെല്ലാം വന്ന് ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ, ചൈന ഹാർബീൻ മെഡിക്കൽ സെൻറ്റർ, ഡോക്ടർ സർജിയാവോ കനവേറോ. രോഗിയുടെ പേര് സ്പിരിനാവോ വാലിഡോ. ഇപ്പോൾ പൂച്ചയുടെ തല മാറ്റി, എലിയുടെ തല മാറ്റിക്കഴിഞ്ഞു. ഇനി മനുഷ്യൻ്റെ തല മാറ്റുവാൻ ലോകം തയ്യാറെടുക്കുന്നു. വിശുദ്ധ ബൈബിളിലുണ്ടോ? ദാനിയേൽ പ്രവചനം 12 ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. ഇപ്പോൾ ഡോക്ടറിനാകെ ഒരു പേടി, കുഞ്ഞമ്മാമയിലെ തലയെടുത്ത് കുഞ്ഞച്ഛന് വെച്ചാൽ ആരുടെ സ്വഭാവം കാണിക്കുമെന്ന് ഡോക്ടർ പേടിക്കുന്നു. ഏതെങ്കിലും തല മാറ്റിയാൽ ആരുടെ സ്വഭാവം കാണുമെന്ന്. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വരുന്നു. ഒരിക്കൽ കൂടി കോവിഡിൻ്റെ മറവിൽ ഇന്ന് രാത്രി ബൈബിളിലെ പ്രവചനങ്ങൾ കാണുമ്പോൾ ഈ 13ാമത് സീനായി ഗോസ്പൽ മിനിസ്ട്രീസ് കൺവെൻഷനിരിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരിക്കൽ കൂടി പറയണം, കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായവിട്ട് അനന്തതയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ എനിക്ക് വേണ്ടി പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവ കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി സ്വർഗമുഖത്തേക്ക് നോക്കി പറയും, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ. കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാ. 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. കടുവാക്കുഴി ദൈവമക്കളെ ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കാം ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ. എവരിവൺ ഓപ്പൺ യുവർ ബൈബിൾ. ദാനിയേൽ പ്രൊഫസി ചാപ്റ്റർ 8 വേഴ്സ് 23, 24, 25 വായിക്കാം. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം 23, 24, 25 വാക്യങ്ങൾ വായിച്ചയച്ചിട്ട് മക്കളെ
എന്നാൽ അവരുടെ രാജ്യത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ ഇന്നത്തെ ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയും ഉള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഒരുവന്റെ കയ്യിൽ ലോകഭരണം പോകാൻ പോകുന്ന ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത് അവന്റെ അധികാരം വലുതായിരിക്കും. അമേരിക്ക മുതൽ ഇന്ത്യ വരെ അവൻ ഒരു നെറ്റ്വർക്കിൽ കൂടി നിയന്ത്രിക്കാൻ പോകുന്ന അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ലതാനും അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അത് അനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെ നശിപ്പിക്കുകയും ചെയ്യും. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ആ വാക്യങ്ങൾ, ഇന്ന് രാത്രി അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം കഴിയുമ്പോൾ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാലല്ല, അവൻ അതിശയകരമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി ചെയ്യുകയും ദുഷ്ചിന്തയോട് ഇന്നത്തെ ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണാധികാരി അവൻ എഴുന്നേറ്റു വരുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയ്ക്കാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്ന് രാത്രി കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമൊന്നുമില്ല. ഇവിടെ കുഞ്ഞുങ്ങൾ പാട്ടുപാടി ദൈവദാസൻ നല്ല കാര്യങ്ങൾ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ പരമയാഗമായ കുഞ്ഞാടിനെ പരിചയപ്പെടുത്തി ഉദ്ഘാടന സന്ദേശത്തിൽ കൂടി തേനിനേക്കാളും തേൻകട്ടയെക്കാളുമായ നിത്യമായ വചനം ഏറ്റെടുക്കുന്ന ജ്ഞാനികളായി തീരുവാൻ ഈ കൺവെൻഷനിൽ ഇന്ന് രാത്രി കേട്ടിട്ട് വലിയ സന്തോഷമില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, വയനാട് ജില്ലയിൽ ഒരു സ്ഥലമുണ്ട് മേപ്പാടി. അവിടെ പോയി ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. കൽപ്പറ്റയിലും മേപ്പാടിയിലും മാനന്തവാടിയിലും ബത്തേരിയിലും മീനങ്ങാടിയിലും എല്ലാം പ്രസംഗിക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. മേപ്പാടിയുടെ പ്രത്യേക അതിനുശേഷം 4 മലകൾ അവിടെ ഉള്ള മുണ്ടക്കൈയുണ്ട്, ചൂരമലയുണ്ട്, അതിനുശേഷം വെള്ളാർമട്ട, ഇതെല്ലാം ആ ഭാഗത്തുള്ള ഈ സ്ഥലത്ത് ഒരു സംഭവം നടന്നു. രാത്രി മനുഷ്യൻ കിടന്നുറങ്ങി. 2:30 ആയപ്പോൾ ഒന്നാമത്തെ സംഭവം നടന്നു. വിശുദ്ധ ബൈബിളിന്റെ നിവൃത്തി. ഭൂമി പടുപട പൊട്ടും കിടുകിട കീറും മത്തനെ പോലെ ചാഞ്ചാടും കാവൽമാട പോലെ ആടും. അത് വിറയ്ക്കും വീടും എഴുന്നേൽക്കയില്ല. 4:30 മണിക്ക് രണ്ടാമതായി ഉരുൾപൊട്ടുവാൻ തുടങ്ങി. എത്ര പേർ രാത്രി കടന്നവർ പോയി. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. ഇന്നും 78 പേരുടെ മൃതദേഹം കാണുന്നില്ല. പലരുടെയും കൈകാലുകൾ നഷ്ടപ്പെട്ടു. ചാലിയാർ പുഴയ്ക്കകത്ത് കൂടി മനുഷ്യന്റെ കൈ വേറെ കാല് വേറെ അടക്കിയ കുഴിമാടങ്ങളിൽ മനുഷ്യന്റെ DNA ഒട്ടിച്ചിരിക്കുന്നു. നാളെ ഏതെങ്കിലും മക്കൾ വന്നാൽ കുഴിമാടം അറിയുവാൻ വേണ്ടി അതിന്റെ നടുവിൽ ഇന്ന് രാത്രി ഇവിടെയും ഒരു ദുരന്തം ഉണ്ടാകാമായിരുന്നു. ഇവിടെയും ഒരു ഭൂമി ചലിക്കാമായിരുന്നു. ഒരു ഭൂകമ്പം ഇവിടെയും ഉണ്ടായിരുന്നു. എന്നാൽ അതിന്റെ നടുവിൽ ഇന്ന് രാത്രി മാതാവേ പിതാവേ നിന്നെ കാത്തതാരാ? നീ ആരാധിക്കുന്ന ദൈവത്തിന്റെ ഭാഗത്തുമാ. അങ്ങനെ ദൈവം എൻ്റെ കുടുംബത്തെ കാത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആദരം തുറന്ന് ദൈവത്തെ ആരാധിക്കുക. എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് കാലിന് വീഴ്ചയെന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിച്ച് ക്രിസ്തുവാകുന്ന പാറമേൽ നിർത്തി ഇന്ന് രാത്രി ആരാധനയ്ക്ക് കൺവെൻഷനും കൊണ്ടുവന്ന് മഹാദൈവത്തിന് കോടാനുകോടി സ്തോത്രം എന്ന് പറയുക. ഇന്ന് രാത്രി എത്ര പേരുടെ അതരങ്ങൾ തലിച്ചു തുടങ്ങുക. ഇന്ന് രാത്രി വലിയ വീട് തന്നിട്ടല്ല, വലിയ കാറ് തന്നിട്ടല്ല, നിന്റെ ബാങ്കിനകത്ത് കുറെ പണം തന്നിട്ടല്ല, എൻ്റെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ കടന്നിറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന് കോടാനുകോടി സ്തോത്രം. അതരബലമെന്ന സ്തോത്രയാകും ഇന്ന് രാത്രി ദേശത്ത് മുഴങ്ങട്ടെ. ഇന്ന് രാത്രി നൈന്റെ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവളുടെ പ്രത്യേകത എന്താ? നല്ലൊരു ഭർത്താവായിരുന്നു. കാലത്തിന്റെ യവനികക്കകത്ത് പ്രിയപ്പെട്ടവൻ മാഴപ്പെട്ടുപോയി. പിന്നെ ആകെ ഉള്ളത് 9 മാസവും 9 ദിവസവും 9 വിനാടിയെ നൊന്ത് പ്രസവിച്ച പൈതല. അവളുടെ ആഗ്രഹം പൈതലിനെ നല്ലതുപോലെ വളർത്തുവാനാ. പക്ഷേ കാലത്തിന്റെ കുത്തൊഴുക്കിനകത്ത് ആ പൈതൽ മാറ്റപ്പെട്ടു. ആ സഹോദരിയുടെ നിലവിളി സ്വർഗം കണ്ടു. സെമിത്തേരിയിൽ കൂടി വെട്ടിക്കൊണ്ടിരിക്കുക, നാട്ടുകാർ ഡെഡ് ബോഡി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ വിലാപങ്ങളെ നൃത്തമാക്കുന്നവന്റെ കര ഇന്ന് രാത്രി നൈന്റെ പട്ടണത്തിൽ ഇറങ്ങി വന്നപ്പോ ഹല്ലേലൂയ, ഇന്ന് രാത്രി ചേതനയറ്റ ശരീരവുമായി സെമിത്തേരിയിലേക്ക് മഞ്ചം പോകുമ്പോൾ അതിന്റെ നടുവിൽ ഒരുവൻ ഇറങ്ങി വന്നു, നാസറേനായ യേശു ക്രിസ്തു. ഇന്ന് രാത്രി അവന്റെ കര ശവപ്പെട്ടിക്കകത്ത് ഇറങ്ങി വന്നപ്പോ അവന്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി, അവന്റെ ശ്വാസകോശം ചലിക്കുവാൻ തുടങ്ങിയ ശവപ്പെട്ടിക്കകത്തിരുന്നവൻ ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി വചനം ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഈ ആരാധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചില മരണത്തിലേക്ക് പോയ ജീവിതങ്ങളിൽ കൺവെൻഷനകത്ത് എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി സെമിത്തേരി കണ്ടുകൊണ്ട് ഉറങ്ങുന്ന ചിലത് ഇന്ന് രാത്രി ജീവന്റെ നാഥനെ കണ്ടുകൊണ്ട് കരമുയർത്തി എഴുന്നേൽക്കുക. ചില മദ്യപാനികൾ യേശുവിനെ കാണുക, ചില മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഈ കൺവെൻഷനിൽ യേശുവിനെ കാണുക. മരണത്തിന്റെ വാറണ്ടുകൾ മാറി ജീവന്റെ നാഥന്റെ കരം ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ വെളിപ്പെടുമ്പോൾ നിത്യതയുടെ കവാടത്തിനകത്ത് ചിലരുടെ പേരുകൾ ചേർത്തപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ചാവാറായ ശേഷിപ്പുകൾ ഈ കൺവെൻഷനകത്ത് എഴുന്നേൽക്കുന്ന രാത്രിയായി മാറട്ടെ.
കരുണാമയൻ നിത്യന നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. വെയിലാറിയ സമയത്ത് ഏതന്റെ പർദീസയിൽ തന്റെ മക്കളുടെ നടുവിലേക്ക് ഇറങ്ങി വന്ന് കരം തൊട്ട് അനുഗ്രഹിച്ച പൊന്ന് കർത്താവ് ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നതിനായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. അപ്പച്ച, അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വിടുതൽ നടന്നതുപോലെ ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുതലാവത് ഇരവ് കടന്നു വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ മാറ്റുക, ദുഃഖങ്ങൾ മാറ്റുവാൻ പ്രയാസത്തോടെ വന്ന കുഞ്ഞുങ്ങളുടെ പ്രയാസങ്ങൾ മാറുക. കാൽവറിയിലെ അടിപ്പിണറിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയായി മാറട്ടെ. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി ചില പാപികൾ രക്ഷിക്കപ്പെടുക, ചില പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ തിരുക്കരങ്ങൾ തരുന്നു. ഇന്ന് തുടങ്ങി ബുധനാഴ്ച വരെ സ്വർഗം ഞങ്ങളെ കാക്കണമേ. മരുഭൂപ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ് ആയിരങ്ങൾ പട്ടു വീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തി അത് കണ്ട് ഇസ്രായേൽ മക്കൾ രക്ഷ പ്രാപിച്ചതുപോലെ ഈ 13ാമത് വാർഷിക കൺവെൻഷൻ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന് ഇന്ന് രാത്രി മുതൽ ഇവിടെ ഉയർത്തുമ്പോൾ അത് കണ്ട് ജീവജല നദിയിലേക്ക് ചില കുഞ്ഞുങ്ങൾ ഇറങ്ങുക, നിത്യതയ്ക്ക് വേണ്ടി ചില കുഞ്ഞുങ്ങളുടെ പേരുകൾ ചേർത്തപ്പെടുക. ഈ കൺവെൻഷൻ കൂട്ടങ്ങളെ ഞങ്ങൾ തിരുക്കരങ്ങൾ തരുന്നു. കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം. ശബ്ദം വെളിച്ചമെല്ലാം ദൈവം കാക്കണം. പ്രിയ പിതാവേ, 6 മണിക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പാട്ട് പാടും. 10 മണിക്ക് ഭവനത്തിലെത്തുന്നത് വരെ ഒരു കാറ്റും മഴയും ഉണ്ടാകരുത്. ദേശത്ത് മഴ ആവശ്യമാണ്. ഞങ്ങളുടെ കൺവെൻഷൻ കൂട്ടങ്ങൾക്ക് ഒരു മഴ തടസ്സമാകരുത്. ദേശം അനുഗ്രഹിക്കപ്പെടണം. ഒരു രാത്രി കൂടി തിരുവെഴുത്തുമായി അടിയൻ നിൽക്കുന്നു. വചനത്തിൻ്റെ പൊരുളുകളെ തെറിക്കണം. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഈ കൺവെൻഷൻ കൂട്ടങ്ങളിൽ ഉയരുത്. നാഥൻ്റെ നാമം മാത്രം ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തിൽ മറയ്ക്കും മക്കളെ വിടുതലോടെ കടത്തിവിടും. മഹത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമേൻ. കരത്തെ ഉയർത്തി കർത്തർക്ക് മഹിമ ഹല്ലേലൂയ പാടാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഉണർവോടെ ദൈവത്തെ സ്തുതിക്കാം. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. ശ്രദ്ധയോടെ ഇരിക്കണമേ. എല്ലാവരും വിശുദ്ധ ബൈബിൾ തുറന്നാട്ടെ. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഹോളി ബൈബിൾ. 1189 അധ്യായങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത്. അതിനോടനുബന്ധിച്ച് പഴയ നിയമത്തിലെ 17 ഭാഗങ്ങൾ അഥവാ 17 അധ്യായങ്ങൾ വരുന്നത് മുഴുവൻ പ്രവചനത്തിൻ്റെ സൂക്തങ്ങളാണ്. ആ 17 അധ്യായങ്ങളുടെ പ്രത്യേകത ഈ 17 പുസ്തകങ്ങളിൽ വരുന്ന സകല അധ്യായങ്ങൾ കാണിക്കുന്ന വരുംകാല സംഭവങ്ങൾ. അതിനകത്ത് 3 തരം പ്രവചനങ്ങളുണ്ട്. ഒന്ന്, ഏറ്റവും വലിയ പ്രവചനങ്ങൾ, യെശയ്യാ പ്രവചനവും എസെക്കിയേൽ പ്രവചനവും യിരെമ്യാ പ്രവചനവും വലിയ പ്രവചനങ്ങൾ. രണ്ടാമത്തെ പ്രവചനങ്ങൾ മധ്യപ്രവചനങ്ങൾ, ദാനിയേല്, സെക്കറിയാവ്, ആമോസ്, ഹോശയ്യ. മൂന്നാമത്തെ പ്രവചനങ്ങളുടെ ഭാഗങ്ങൾ അടുത്തതുണ്ട്. അതിൻ്റെ പേര് ഹബക്കൂക്കുണ്ട്, നഗൂമുണ്ട്, യോവേലുണ്ട്, മീക്കായുണ്ട്, മലാഖിയുണ്ട്. ഇതൊക്കെയാണ് ചെറിയ പ്രവചനങ്ങൾ. അതിനോടനുബന്ധിച്ച് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വായിച്ച ദാനിയേൽ പ്രവചനം, ഇന്നേക്ക് 2600 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്തായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ പ്രിയദാസന ദാനിയേൽ പ്രവചനം. ദാനിയേൽ പ്രവചനത്തിന്റെ പ്രത്യേകത ശ്രദ്ധയോടെ 357 വാക്യങ്ങളാണ് ദാനിയേൽ പ്രവചനം. 12 അധ്യായങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് ഭക്തനായ ദാനിയേൽ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ്, അതിനോടനുബന്ധിച്ച് നെബൂഖദ്നേസർ, അതിനോടനുബന്ധിച്ച് വീണ്ടും ബേൽശസ്സർ, ഇവരെയൊക്കെയാണ് കാണിക്കുന്നത്. ബാബേലാണ് ഇതിനകത്ത് പൂർണ്ണമായും. ആദ്യം തുടങ്ങുന്ന ഇസ്രായേൽ. 12 അധ്യായങ്ങളുടെ പ്രത്യേകത. ഇതെല്ലാം പ്രവചനങ്ങൾ, അതുകൊണ്ട് ക്ലിയർ ആയിരിക്കണം. 1, ഇസ്രായേലിനെതിരെയുള്ള നെബൂഖദ്നേസറിന്റെ ആക്രമണം. 2, നെബൂഖദ്നേസറിന്റെ സ്വപ്നം. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദുരാശു സമഭൂമിയിലെ ബന്ധം. 4, നെബൂഖദ്നേസറിന്റെ ദൈവം വെട്ടിക്കളയുന്നു. 5, ബേൽശസ്സറിന്റെ ന്യായവിധി. 6, ദാനിയേൽ സിംഹക്കുഴിയിൽ. 7, മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നു. 8, ഉലകത്തിന്റെ ഭരണം. 9, IS എന്ന മിലിറ്ററി ലോകത്തെ പിടിക്കും. 10, പ്രിയ പുരുഷനായ ദാനിയേലിന്റെ പ്രാർത്ഥന പാർസി രാജവംശം തടഞ്ഞു വെക്കുന്നു. അതിന് മറുപടിയായി മീഖായേൽ സ്വർഗത്തിൽ ഇറങ്ങി വന്നു. ഹല്ലേലൂയ, പാർസി രാജ്യത്തിന്റെ പ്രഭുവിനെ തകർക്കുന്നു. അതിനുശേഷം വരുന്നത് 11-ാം അധ്യായം, അന്തിമ യുദ്ധം. തെക്കേ ദേശവും വടക്കേ ദേശം, ഈജിപ്റ്റ്, സിറിയയും ചേർന്ന് എല്ലാ അറബ് രാഷ്ട്രങ്ങളും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് 11. 12-ാമത്തെ അധ്യായം ദാനിയേലിനോട് സ്വർഗം പറയുന്ന ഒരു കാര്യമുണ്ട്. യെരൂശലേമിന്റെ ദൈവാലയം പണിയും, ശൂന്യമാക്കുന്ന മ്ലേച്ഛ അതിനകത്ത് കാണും. ഇതെല്ലാം കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. ദാനിയേലേ, പുസ്തകം സമാപിച്ചോ. നീ കാലാന്തരത്തിൽ എഴുന്നേറ്റ് വരിക. നിന്റെ ഓഹരിക്ക് വേണ്ടി നീ എഴുന്നേൽക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി തുടങ്ങി വെച്ചത് ദാനിയേൽ 8, 23, 24, 25. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം. ബൈബിളും പ്രവചനത്തിന്റെ ഭാഗങ്ങളാണ് ഇന്ന് രാത്രി. അധ്യായം 1, ഇസ്രായേലിനെ നേരിടുന്ന നെബൂഖദ്നേസറിന്റെ ആക്രമണം. എല്ലാവരും ശ്രദ്ധയോടെ. യഹൂദ രാജാവായിരുന്ന യഹോവായാക്കീമിന്റെ വാഴ്ചയുടെ 3-ാമത്തെ ആണ്ടിൽ നെബൂഖദ്നേസർ എന്ന ചക്രവർത്തി യെരൂശലേമിനെയും ഇസ്രായേലിനെയും ആക്രമിക്കുന്നു. അതിനകത്ത് 4 കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ടു. അനവധി പേരെ അടിമപ്പടയാളികൾ. ഇന്നത്തെ ഇസ്രായേൽ സിറിയയുടെ കണക്ക് ബോംബിടുകൾ ഹമാസിന്റെ കണക്ക് ഷെല്ലിംഗ് അല്ലെന്ന്.
നടക്കുന്നത്. അന്ന് കവർച്ചപ്പടയായ ആൾക്കാരെ കൊണ്ട് അതിനകത്ത് 4 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. അതിൽ പ്രത്യേകമായി കാണിക്കുന്നത് ശദ്രക്കും മേശക്കും അബേദ്നെഗോഗോ ഹല്ലേലൂയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ പാദസേവ ചെയ്യുമ്പോൾ ഒരുവനുണ്ട്, അവൻ്റെ പേരാ ദാനിയേൽ. ദാനിയേൽ കൽദയരുടെ സ്കൂളിനകത്ത് കൽദയരുടെ വിദ്യ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക ദാനിയേലിൻ്റെ പരിപാടി. അധ്യായം 1 വരുമ്പോൾ ശദ്രക് മേശക്ക് അബേദ്നെഗോഗോ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ അവരുടെ കയ്യിലുള്ള ന്യായപ്രമാണത്തിൻ്റെ ഏടുകളുമായി അവർ മുന്നോട്ട് പോകുന്നു. ദിനം പ്രതി അവർ പ്രവാസത്തിലെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്നു. രാജാവിൻ്റെ കിങ്കരന്മാർ ഇത് അറിയിച്ചു. അവർക്ക് വേണ്ടി പ്രത്യേകമായൊരു ട്രീറ്റ് ഉണ്ടായി. എന്താ സംഭവം എന്നറിയാമോ? അവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ് എന്ന് പറഞ്ഞാൽ 10 ദിവസം അവർക്ക് ഉപവാസം പോലെ ശാഖപദാർത്ഥങ്ങൾ ഇലക്കറികളെല്ലാം കൊടുത്തു. 10 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. രാജാവ് അവരെ വിളിച്ചപ്പോൾ അവരുടെ ശരീരത്തിന് അത്ര ക്ഷീണമുണ്ടെങ്കിലും മുഖപാപം ക്ലിയറാ. അപ്പോൾ രാജാവ് അവർക്ക് വേണ്ടി നല്ലൊരു പാർട്ടി കൊടുത്തു. നല്ല പാർട്ടി കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് നിങ്ങൾ വന്ന് ഭക്ഷണം കഴിക്കണം. 10 ദിവസമായി ദൈവത്തിൻ്റെ മക്കൾ നല്ല ആഹാരം കഴിച്ചില്ലല്ലോ. അവർ തീന്മേശയുടെ മുൻപിൽ വന്നു നിന്നു. നല്ല സുന്ദരമായ ഭക്ഷണവും നല്ല പാനീയങ്ങളും അതിനകത്തിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ഇങ്ങനെ വട്ടം നോക്കി ബാക്കിയുള്ളവർ ഇരിക്കുന്നില്ല. രാജാവിൻ്റെ പാദസേവർ ചോദിച്ചു, സഹോദരന്മാരെ മേശ നല്ലത്, ടേബിൾ നല്ലത്, നല്ല സാപ്പാട് നല്ലത്. ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെ സ്വോത്രം പറഞ്ഞ് അവിടെ ഇരുന്നേനെ സ്വോത്രം. പക്ഷേ ഈ ദൈവത്തിൻ്റെ ഭക്തന്മാർ അതിനകത്തിരുന്നില്ല. അവരൊരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ അകത്ത് യെരുശലേമിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ന്യായപ്രമാണം അകത്ത് വെച്ചിട്ടുണ്ട്. അതിന് വിരുദ്ധമായത് മേശയിൽ കണ്ടാൽ ഞങ്ങൾ അതിനകത്തിരിക്കത്തില്ല. 13ാമത് സീനായുടെ ജനറൽ കൺവെൻഷൻ പ്രമാണം അകത്ത് കയറിയവനെല്ലാം മേശയിലും ഇരിക്കത്തില്ല. പ്രമാണം അകത്ത് കയറിയവനെല്ലാം കുടിക്കത്തില്ല. പ്രമാണം അകത്ത് കയറിയവനെല്ലാം ഉടുക്കത്തില്ല. അവന് വേണ്ടി ആ ദൈവത്തിൻ്റെ കരമിറങ്ങി വരുന്ന വിശ്വസിക്കുന്ന ദൈവമക്കൾക്കാർ പെന്തക്കോസ്തുകാരെ പ്രമാണമകത്ത് കയറിയവനെല്ലാം മേശയിലും ഇരിക്കരുത്. പ്രമാണമകത്ത് കയറിയവനെല്ലാം കൂടിക്കരുത്. പ്രമാണമകത്ത് കയറിയവനെല്ലാം ഓടുക്കരുത്. നീ വേർപെട്ടവനാണെങ്കിൽ മേശ കണ്ടും രാജാവിൻ്റെ ട്രീറ്റ്മെന്റ് കണ്ടും മാറിയിരിക്കുന്നവന് വേണ്ടിയ ദുരാസു സമഭൂമിയിൽ ദൈവകരം ഇറങ്ങി വരുന്നത്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. 2ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നെബൂഖദ്നേസർ രാജാവ്, എല്ലാവരും ശ്രദ്ധിക്കണം, ഇറാഖിന്റെ സുന്ദരമായ ചക്രവർത്തിയാണ് നെബൂഖദ്നേസർ. നെബൂഖദ്നേസറിന്റെ പിൻബലത്തിൽ നബിപ്പോലീസറിന്റെ തലമുറയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട സദാം ഹുസൈൻ, ഇവരെല്ലാം ഒരു പടയാളികളുടെ കൂട്ടത്തിൽ. നെബൂഖദ്നേസർ രാത്രി തനിക്ക് ശേഷം ആര് കസേരയിൽ ഇരിക്കണം, അത് നമ്മുടെ എല്ലാവരുടെയും ചിന്താഗതിയാണല്ലോ. സ്വോത്രം. ഭരിക്കുന്ന ഭരണാധികാരികളുടെ ആഗ്രഹം എനിക്ക് ശേഷം എൻ്റെ കൊച്ചുങ്ങൾ കസേരയിരിക്കണം. സ്വോത്രം. പെന്തിക്കോസിലെ നേതാക്കളുടെ ചിന്താഗതി എന്താ? ഞാൻ പോയ എൻ്റെ മക്കൾ കസേരയിരിക്കണം. കരമുയർത്തുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതായിരുന്നു നെബൂഖദ്നേസറിന്റെ ചിന്താഗതി. രാത്രിയിൽ പള്ളി ഉറക്കത്തിൽ അരേണങ്ങളുടെ തൂവലുകൾ കൊണ്ടുണ്ടാക്കിയ പള്ളിമത്തയ്ക്ക് അവൻ നിദ്ര കൊള്ളുമ്പോൾ രാത്രിയിൽ ഒരു ദർശനം കണ്ടു. രാവിലെ എഴുന്നേറ്റപ്പോൾ അവൻ്റെ മുഖം മാടിപ്പോയി. രാജ്ഞി കാപ്പിയായിട്ട് വന്നു. ഉറക്കം തെളിഞ്ഞില്ല. അല്ലയോ രാജൻ, കഴിഞ്ഞ രാത്രി താങ്കൾ ഉറങ്ങിയില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വലിയൊരു ദർശനം കണ്ടു, വലിയൊരു സ്വപ്നം കണ്ടു, എനിക്ക് വിവർത്തിക്കാൻ ആരുമില്ല. രാജ്ഞി പറഞ്ഞു, പക്ഷേ നമ്മുടെ സൈന്യാധിപനായ അര്യോക്കിനെ വിളിക്കാം. ശ്രദ്ധയോടെ ബൈബിളും പ്രവചനവും. അര്യോക്കിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഇറാഖ് കൽദയരുടെയും മന്ത്രവാദികളുടെയും തന്ത്രവാദികളുടെയും നഗരമാണ്. അവിടുത്തെ കാരെ വിളിച്ചു. അര്യോക്കിനെ വിളിച്ചു. അര്യോക്ക് മന്ത്രവാദികളെല്ലാം കൊണ്ടുവന്നു. അവർ രാജാവിനോട് ചോദിച്ചു, എപ്പോഴാ ദർശനം കണ്ട, എന്തുവാ അതിൻ്റെ കുളിവ് തരുമോ? അപ്പം പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ കണ്ട കാര്യം മറന്നുപോയി. അപ്പം അതിലേതോ തന്ത്രവാദിയോ മന്ത്രവാദി പറയോ, ജഡവാസമില്ലാത്ത ആരെങ്കിലും ബാബേലിനകത്തുണ്ടോ? അവന് നിന്റെ സ്വപ്നങ്ങളെ വെളിപ്പെടുത്താൻ കഴിയോ? അവരന്വേഷിച്ച് ചെയ്തപ്പോൾ ഒരുവനെ കിട്ടി. ഇറാഖിലെ സൈനിക കോളേജിനകത്ത് കൽദയരുടെ വിദ്യ അഭ്യസിപ്പിക്കുന്ന രാജാവിൻ്റെ രഥം എവിടെ എത്തി? ദാനിയേലിന്റെ മുമ്പിലെത്തി. ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നവർക്ക് ഓർക്കണ്ടവർ നിന്നെ ഓർക്കത്തില്ല. നാട്ടുകാർ തള്ളിക്കളയും. ഒരുപക്ഷെ യെരൂശലേം വിചാരിക്കുന്ന നീ മടങ്ങി വരത്തില്ലെന്ന്. എന്നാൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നവനെ തേടി സ്വർഗത്തിന്റെ രഥമിറങ്ങി വരും. ശന്തരാ ദിഗജാന ബൗഡാരവ ശന്തര്. ഇന്ന് രാത്രി ദൂതേറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി നീ പോകാവൂ. ഒരുപക്ഷെ നിന്റെ കൂട്ടുകാർ കാരാഗ്രഹത്തിനകത്തായിരിക്കും. നിന്റെ നാട്ടുകാർ നീ മറന്നുപോയി കാണും. എന്നാൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ ആരാധിക്കുന്ന ദാനിയേലിനെ തേടി നെബൂഖദ്നേസറിന്റെ രഥങ്ങൾ അവന്റെ ഹല്ലേലൂയ സൈനിക കോളേജിലെത്തിയെങ്കിൽ ഇന്ന് രാത്രി ആരാധിക്കുന്നവനെ അന്വേഷിച്ച് വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ഇറാഖുകാർ വിചാരിച്ചു കാണും ഇവൻ അടിമ ബാലന്. ഇറാഖുകാർ വിചാരിച്ചാണ് ഇവനെ അടിമ ചങ്ങലയ്ക്ക് വിടല. എന്നാൽ ഇന്ന് രാത്രി പറയണം, നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ അന്തപുരങ്ങളിൽ എത്തിച്ച് ദൂത് പറയുക. എന്ന് രാത്രി ദർശനങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. കാര്യം മനസ്സിലാകുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ദാനിയേലേ, നീ സൈനിക കോളേജിൽ മുട്ടുമടക്കിയാൽ
സാധാരണ രഥമല്ല നിനക്ക് വരുന്ന അന്തപുരത്തിൻ്റെ രഥങ്ങൾ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദാനിയേൽ വന്നു. നെബൂഖദ്നേസറിനോട് ഒരു കാര്യം പറഞ്ഞ കാര്യമുണ്ട്, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സമയം തരണം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവമുണ്ട്. ഇന്ന് രാത്രി അതിലേക്ക് കടക്കും. നീ കണ്ടതൊരു ബിംബം, തലതങ്കം കണ്ടു, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അരഭാഗം താമ്രം കൊണ്ട്, ഇന്ന് രാത്രി കാലിൻ്റെ തുട ഇരുമ്പ് കൊണ്ട്, അങ്ങനെ വരാൻ പോകുന്ന ഒരു ഭരണത്തെ കാണുന്നു. 3 ദുരാശു സമഭൂമിയിൽ ഒരു ബിംബം ഉണ്ടാക്കി നെബൂഖദ്നേസർ. അതിനകത്ത് 3 കുഞ്ഞുങ്ങളെ വലിച്ചെടുവാൻ പദ്ധതി വെച്ചു. കുഞ്ഞുങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, കിങ്കരന്മാര് പറഞ്ഞതിനെ വണങ്ങിയില്ലെങ്കിൽ 7 മടങ്ങ് തീജ്വാല കൂട്ടും. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലും ഇല്ലെങ്കിലും രാജാവുണ്ടാക്കിയ ബിംബത്തെ ഞങ്ങൾ വണങ്ങത്തില്ല. മാതാവേ പിതാവേ, ക്യാൻസർ മാറിയാലും ഇല്ലെങ്കിലും അന്ത്യം വരെ യേശുവിന് വേണ്ടി കരം കൊടുത്ത് ഞാൻ നിൽക്കുക. എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചാലും ഇല്ലെങ്കിലും ദൈവസഭയിൽ ഞാൻ മുട്ടുമടക്കി അന്ത്യം വരെ കാത്തിരിക്കുക. ഇന്ന് രാത്രി എനിക്ക് കടുവാക്കുഴിയിൽ ഒരു വീട് തന്നാലും ഇല്ലെങ്കിലും അന്ത്യം വരെ ഞാൻ ദൈവത്തിന് വേണ്ടി എന്ന് രാത്രി എൻ്റെ കുഞ്ഞുങ്ങൾ വെളിനാട്ടിൽ പോയില്ലെങ്കിൽ എന്ന് രാത്രി ഞാൻ മുട്ടുമടക്കി ദൈവത്തെ ആരാധിക്കുക. ഈ 8 മാസം വരെ നിന്റെ ഭവനത്തിൽ ഒരു വാഹനം കിട്ടിയില്ല, കരം ഉയർത്തി പറയണ എന്നെ വിളിച്ച ദൈവം വിശ്വസന, അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കുക. എന്ന് രാത്രി നിന്റെ തീരുമാനമാ കർത്താവിന് വേണ്ടിയത്. അഡ്വാൻസായി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി. ആര്? ഹല്ലേലൂയ. തീജ്വാലയ്ക്കകത്ത് അഡ്വാൻസായി ഇറങ്ങി എന്ത് ചെയ്തു? ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം. എന്ന് രാത്രി ഹല്ലേലൂയ ദൂട്ടൻ കെട്ടിയ ഹല്ലേലൂയ ചങ്ങലകളെ മാറ്റി ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോഗിനും ദുരാശുസൂമയിൽ വെളിപ്പെട്ടവരെ തീജ്വാലിത പുറത്തു കൊണ്ടുവന്ന ദൈവം. 3-ാം അധ്യായം 4. നെബൂഖദ്നേസർ ആരായിരുന്നറിയാമോ? ഈ ലോകത്തിലെ ശബ്ദാത്ഭുതങ്ങൾ, അതിലൊന്ന് ആടുന്ന തൂക്കുവനം, ഹാങ്ങിങ് ഗാർഡൻ. 75 എഞ്ചിനീയർമാരെ കൊണ്ട് ആകാശത്തിനകത്ത് തൂക്കുവനം ഉണ്ടാക്കിയവനാ നെബൂഖദ്നേസർ. ഒരു വൈകിട്ട് തൻ്റെ ഭാര്യമാർ തേരിനകത്ത് പോകുമ്പോൾ അദ്ദേഹം കരമുയർത്തിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല, അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ ധനമാഹാത്മ്യത്താൽ ഉണ്ടാക്കിയ മഗധിയ ബാബിലോൺ. അത് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വന്നു. ആർക്ക് വന്നു? ആർക്കാ വന്നതെന്നറിയാമോ? നെബൂഖദ്നേസറിന് വന്നു. അവനൊരു ഭ്രാന്ത് വന്നു. ആ ഭ്രാന്ത് സാധാരണ ഭ്രാന്തല്ല. മെഡിക്കൽ സയൻസിനകത്ത് 56 മെന്റൽ ഡിപ്രഷൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ഭ്രാന്തിന്റെ പേര് ലൈക്കാൻത്രോപ്പി. അതിന്റെ അർത്ഥം മനുഷ്യനാ, പക്ഷെ അവൻ വിചാരിക്കും ഞാൻ മൃഗമാ. അവനും ആഹാരം കഴിക്കാൻ തോന്നത്തില്ല, വാല് വളരുന്നെന്ന് തോന്നുന്നു. അപ്പൊ നെബൂഖദ്നേസറിനെ ഇവനെ കൊണ്ടുപോയി കാട്ടിനകത്ത് കൊണ്ടുപോയി. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ഓൺലൈനായിട്ട് നീ ദൈവത്തോട് മത്സരിച്ചാൽ മെഗളികളെ വെട്ടിക്കളയുന്നവനാ സ്വർഗത്തിലെ ദൈവം. തേര് നിന്റെ കാണും, എഞ്ചിനീയർമാർ നിന്റെ കാണും. ബാബേലിനകത്ത് നീ ശബ്ദാത്ഭുതം ഉണ്ടാക്കാം. പക്ഷെ നെബൂഖദ്നേസറെ നീ മറുതലിച്ചാൽ നിന്റെ നിലയിൽ നിന്ന് നിന്നെ നീക്കി കാട്ടിനകത്ത് കൊണ്ടുപോയി കാട്ടുമൃഗങ്ങളോട് കൂടെ ഇരുത്തുന്നവനാ സ്വർഗത്തിലെ ദൈവം. നിഗളികളെ വെട്ടിക്കളയുന്ന ദൈവം. കണ്ടു, 7 വർഷം അവൻ കാട്ടിനകത്ത് കടന്നു. ദൈവസന്ധി നിലവിളിച്ചവൻ മടങ്ങി വന്നു. അവന് ശേഷം ഒരുവൻ അടുത്തവൻ വന്നു. അവൻ്റെ 5-ാമത്തെ ബേൽശസ്സർ. ബേൽശസ്സറിന്റെ പ്രത്യേകത എന്താ? അവൻ അപ്പൻ്റെ കണക്ക് ദൈവഭയമൊന്നുമില്ല. അവനെപ്പോഴും പാട്ടും കൂത്തും അതൊക്കെയാ. സ്വോത്രം. ഈ ബേൽശസ്സറിന്റെ കാലത്ത് നാടൻ ഭാഷയെ പറഞ്ഞ ഈ ലൈവ് ഷോകളൊക്കെ വന്ന സ്വോത്രം, കല്ലുകുടി സിനിമാറ്റിക് ഡാൻസ് എല്ലാം വന്ന സ്വോത്രം. അന്നൊരു സംഭവം നടന്നു. അന്തപുരത്തിനകത്തൊരു കാര്യം ചെയ്തു സ്വോത്രം. ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പൊൻവെള്ളി പാത്രങ്ങൾ ആര് കൊണ്ടുവന്നു? നെബൂഖദ്നേസർ കൊണ്ടുവന്നു. അവന് തൊടാൻ പേടിയാ. അവൻ ഷോക്കേസ് വെച്ചിരിക്കുക. രാത്രി നല്ലതുപോലെ പാർട്ടി നടക്കുമ്പോൾ നെബൂഖദ്നേസറിന്റെ മകനായ ബേൽശസ്സർ എന്തോ പറഞ്ഞെന്നറിയോ? ആ ഷോക്കേസ് തുറന്നാട്ട് യെരുശലേം ദൈവാലയത്തിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളിൽ മദ്യമൊഴിക്കാൻ പറഞ്ഞു. കണ്ടു, ജ്ഞാനിയായ ശലോമോൻ ദൈവാലയം പടുത്തുയർത്തിയപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങിയത് ആ ഗ്ലാസും പാത്രവും. അതിൻ്റെ അർത്ഥം അതിനകത്ത് മ്ലേച്ഛത ഇറങ്ങിയാൽ ദൈവത്തിൻ്റെ കരമിറങ്ങും. ഇന്ന് രാത്രി പലർക്കും അറിയത്തില്ല. ദൈവദാസൻ തലേ കൈവച്ചെങ്കിലേ വിടുതൽ വരുമെന്നല്ല. നീ ദൈവ സാന്നിധ്യം സഭയ്ക്കകത്ത് മുട്ടുമടക്കി പായ്ക്കകത്ത് ആരാധിക്കുമ്പോൾ ആ പായ്ക്കകത്ത് നിലവിളിച്ചാൽ ആരും നിന്റെ കൈവക്കണ്ട. ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ നിന്റെ രോഗക്കെട്ടുകൾ സ്വർഗം മാറ്റിത്തരും. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്ക് സ്വോത്രം. തമ്പേർ അടിക്കുന്നതില്ല. ദാറ്റ് ഈസ് എ ലിമിറ്റ്. കീബോർഡ് ദാറ്റ് ഈസ് എ ലിമിറ്റ്. ദൈവസഭയിൽ മുട്ടുമടക്കിയാൽ നിനക്ക് പ്രതിഫലം ഉറപ്പാ. ദൈവസഭയുടെ പുറത്ത് കരിയില തൂത്താൽ സിസ്റ്ററെ നിന്റെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കും. ചെറുപ്പക്കാര, ആലയത്തിനകത്ത് നീ പറക്കിയിട്ട നിന്റെ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. ഗ്ലാസിനകത്തും പാത്രത്തിനകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങിയത്. ഇന്ന് രാത്രി സഭയ്ക്കകത്ത് കരമടിക്കുന്നവരുടെ കരത്തിനപ്പുറം അവിടെ ഇരിക്കുന്ന ചെയറിനകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങുക. അവിടെ ഇരിക്കുന്ന പായ്ക്കകത്തും ദൈവ സാന്നിധ്യം ഇറങ്ങുക. നീ ആരാധിക്കുന്ന സമയത്ത് അത്ഭുത രോഗശാന്തി പകരുക. കണ്ണയുടെ നിലവിളി ദൈവാലയത്തിൽ ഇറങ്ങിയപ്പോൾ അവളുടെ ഉദരം ചലിച്ചെങ്കിൽ
ഇന്ന് രാത്രി നിന്റെ സഭായോഗങ്ങളെ മാറ്റരുത്. അതിനകത്ത് ദൈവകരം ഇറങ്ങി വരുന്നത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. രാത്രി ഇതിനകത്ത് മദ്യം ഒഴിച്ചപ്പോൾ ഒരു മേലെടുത്ത് വന്നു. ആ മേലെടുത്ത് മേനെ മേനെ തെക്കേ ഊർവശിൽ കീബോർഡിൽ നിന്ന് തമ്പേറിൽ നിന്ന് പാട്ടും നിന്ന് ബേൽശസ്സർ മുട്ടുപിടി തുടങ്ങി. അപ്പോൾ അവൻ പരിപാടിയെല്ലാം നിർത്തി. അയ്യോ, ഈ എഴുത്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരാണ്ട് പറഞ്ഞു, കുഞ്ഞെ നിന്റെ പണ്ട് നിന്റെ അപ്പൻ ചക്ക കുടഞ്ഞതുപോലെ കുടഞ്ഞപ്പോൾ ഒരു ഭക്തനായ മനുഷ്യനുണ്ടായിരുന്നു ദാനിയേൽ, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. ദാനിയേലിനെ കൊണ്ടുവന്ന് ദാനിയേൽ എഴുത്ത് വായിച്ചു. മേനെ മേനെ തെക്കേ ഊർവശിൽ നിന്റെ രാജ്യത്വം ദൈവം തുലാസിൽ എണ്ണിയിരിക്കുക ചില നിമിഷം കൊണ്ട് തീരുമെന്ന്. എന്തൊരു നല്ല എഴുത്താ മേനെ മേനെ തെക്കേ ഊർവശിൽ. ഇന്ന് ഞങ്ങളെപ്പോലുള്ള ഉപദേശിമാരെടുത്ത് ആരെങ്കിലും മേനെ മേനെ തെക്കേ ഊർവശിൽ പറഞ്ഞാൽ ചിന്നമ്മ സിസ്റ്ററോട് ഞങ്ങൾ പറയും, എല്ലാം റെഡിയാക്കോ മോന് തെക്കേ അമേരിക്ക എന്നൊരു വിസ വരുന്നെന്ന്. സ്വോത്ര. അതല്ല പ്രവചന. സ്വോത്ര. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. നിന്റെ രാജ്യത്തും ദൈവത്തിന് വിരുദ്ധമായ മദ്യം കൊട്ടാരത്തിനകത്തൊടുങ്ങിയപ്പോൾ എല്ലാവരും വിഭജനം ശ്രദ്ധിക്കണം. ഇറാഖിൽ നല്ലൊരു നദിയുണ്ട്, യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി. ബാബേൽ കോട്ട ഈ നദിയോട് ചേർന്ന് നമ്മുടെ കോവളത്തൊക്കെ റിസോർട്ട് പണിയെന്നുള്ള നദിയോട് ചേർന്ന് ബാബേൽ കോട്ടയുടെ ചരിത്രം പഠിച്ചാൽ 75 വാതിലുകൾ നദിയോട് ചേർന്ന ബാബേൽ കോട്ടയുടെ. ആര് ഡോർ തുറന്നാലും വെള്ളം കാണാം. അതിനകത്ത് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതായിരുന്നു രാജാക്കന്മാരുടെ പരിപാടി. ഇവിടെ പാട്ടും കൂത്തും നടന്നപ്പോൾ 75 വാതിലിൻ്റെ അവിടെ ആര് നിൽപ്പുണ്ട്? ആരക്കറിയുന്നവർ? ദാര്യാവേശും കോരശും മേദ്യപാർശ്യ ശക്തികൾ ആരെ തകർത്തു? അന്ന് രാത്രി ബേൽശസ്സറിനെ തകർത്തു. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്ര കഥകൾ വെട്ടിമാറ്റിക്കൊണ്ട് ഒന്നാമത്തെ സാമ്രാജ്യം വീണുപോയി. മഗധിയം ബാബിലോൺ നെബൂഖദ്നേസറിന്റെ സാമ്രാജ്യം വീഴുവാൻ. കൊള്ളപ്പണമല്ല, ശവപ്പെട്ടി കച്ചവടമല്ല, കണ്ടല സർവീസകരണ ബാങ്ക് പൊട്ടിയതല്ല. ദൈവത്തിന് വിരുദ്ധമായ മദ്യം കൊട്ടാരത്തിനകത്തിറങ്ങിയപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി വന്നു. 13ാമത് സീനായ് കൺവെൻഷൻ ശക്തമായി. ഇന്ന് രാത്രി ഞങ്ങൾ പറയുന്നു, മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി പറയുന്നു, ഇനി പെരുന്നാളിനും തിരുനാളിനും ഓണത്തിന് നിന്റെ വീട്ടിനകത്ത് മദ്യമൊഴിച്ചാൽ കുഞ്ഞ് നിന്നെ ന്യായം വിധിക്കുന്ന ദൈവത്തിന്റെ കരം ഇറങ്ങി വരും. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി മടങ്ങി വാ. സ്വോത്ര. 6ാമത്തെ അധ്യായത്തിന്റെ പ്രത്യേകത, 6ാമത്തെ അധ്യായത്തിനകത്ത് ദാനിയേൽ സിംഹക്കുഴിയിൽ നല്ല ചീഫ് സെക്രട്ടറി ഇറാഖിന്റെ സ്വോത്ര. അവൻ സിംഹക്കുഴിയിൽ കിടക്കുന്നു. അവൻ 3 നേരം എവിടത്തേക്ക് നോക്കിയെന്നറിയോ? ദാനിയേലിനെതിരെ കൽപ്പന എഴുതിയപ്പോൾ അവൻ 3 നേരം യെരൂശലേമിനെ നോക്കി കരയുവാനിടയായി തീർന്നു. സിസ്റ്റർ, ഇന്ന് രാത്രി ഡോക്ടറുടെ കുറിപ്പടി നിങ്ങൾക്ക് പ്രതികൂലമായിരിക്കും. ചെറുപ്പക്കാരെ, കോടതിയുടെ വാറണ്ട് നിനക്ക് പ്രതികൂലമായിരിക്കും. ഒരു പക്ഷേ നീ ജയിലിനകത്ത് പോകുമെന്ന് നിന്റെ വക്കീൽ പറയും. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചു തുടങ്ങിയ ദാനിയേൽ 3 പ്രാവശ്യം ദിവസം യെരൂശലേമിനെ നോക്കി കിളിവാതിലുകൾ നിറഞ്ഞ അവൻ്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഇട്ടിരിക്കുന്ന സിംഹങ്ങളുടെ വായ് സ്വർഗത്തിലെ ദൈവം അടച്ചു. ഇന്ന് രാത്രി വചനം കേൾക്കുന്ന ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ഏത് സിംഹക്കുഴിക്കകത്ത് നീ വീണാലും അതിൻ്റെ നടുവിൽ നിന്ന് പൊന്ന് പോലെ പുറത്തു കൊണ്ടുവരുവാൻ. നിന്നെ തകർക്കുവാൻ സിംഹങ്ങൾ എഴുന്നേറ്റ് വരും. നിന്നെ തകർക്കുവാൻ രാജഭരണം എഴുന്നേറ്റ് വരും. നിനക്കെതിരെ കൽപ്പന ഇറാഖിന്റെ കൊട്ടാരത്തിൽ നിന്ന് വരും. എന്നാൽ ഇന്ന് രാത്രി നീ അനിയലെ, നീ ഭാരപ്പെടണ്ട. നിന്റെ കയ്യിൽ ഒരുവൻ പിടിച്ചിട്ടുണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ആരാ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നത്? സാധാരണ ദൈവമല്ല. അണ്ടകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവം, ആകാശ നക്ഷത്രങ്ങളെ ഉളവാക്കിയ ദൈവം, സൂര്യനെ ചന്ദ്രനെ അതതിന്റെ ഓർബിറ്റിനകത്ത് കറക്കുന്ന ദൈവം, മിൽക്കി വേ ഗാലക്സിക്കകത്ത് ഇന്ന് രാത്രി ഹല്ലേലൂയ ഗ്രഹങ്ങളെ വെച്ച ദൈവം, സോമ്പൂറയ്ക്കകത്ത് ആകാശ പാറകളെ വെച്ച ദൈവം. ദാനിയേലേ, നീ യെരൂശലേമിൽ നിന്ന് വരുമ്പോൾ ന്യായപ്രമാണത്തിന്റെ കരം നിന്റെ കൂടെയുണ്ടെങ്കിൽ ബാബേലിന്റെ സിംഹങ്ങൾ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് ഇന്ന് രാത്രി കരമുയർത്തി പറയണ, ക്യാൻസർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി ട്യൂമർ അല്ല വലുത്, ഉയർത്തെഴുന്നേറ്റ യേശുവാ വലുത്. ഇന്ന് രാത്രി ഹാർട്ട് അറ്റാക്ക് അല്ല വലുത്, ഇന്ന് രാത്രി ഉയർത്തെഴുന്നേറ്റവന്റെ കാര്യം ഇന്ന് രാത്രി എൻ്റെ കൂടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി നിന്നെ തകർക്കുവാൻ പിശാച് പദ്ധതി വെക്ക്, രോഗം കൊണ്ട് നിന്നെ തകർക്കുവാൻ പദ്ധതി വെക്ക്. നിന്റെ ആയുഷിനെതിരെ പോരാടും. ഒരുപക്ഷെ നീ കുഴിക്കകത്ത് വീണത്തില് ലോകം പറയും നീ അതിനകത്ത് അസ്തമിക്കും. നിന്റെ വാരിയെല്ലാം കടിച്ചു കീറുവാ, സിംഹം ഇറങ്ങി വരും. എന്നാൽ അതിന്റെ നടുവിൽ ദാനിയേലിനെ പിടിച്ചുയർത്തുക ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ 13ാമത് കൺവെൻഷൻ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, ആ കരം തളർന്ന കരമല്ല. എൻ്റെ പ്രതികൂലത്തിന്റെ നടുവിൽ, എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ ഇന്ന് രാത്രി പിടിച്ചുയർത്തുക. ബാബേലിനകത്ത് ഇറങ്ങി വന്ന കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദർശനത്തിന് ദൈവം അവധി വെച്ചിട്ടുണ്ട്. എല്ലാ കാലത്തും നീ സിംഹക്കുഴിയിൽ കടക്കാൻ
എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. യാസ്, ഇന്ന് രാത്രി കരമുയർത്തി പറയണം, അയൽക്കാരൻ നിന്റെ പതനം കാണുവാൻ കാത്തു നിൽക്ക്. സിംഹക്കുഴിയുടെ ചുറ്റും പട്ടാളക്കാർ കാത്തു നിൽക്ക്. നിന്നെ സിംഹങ്ങൾ കടിച്ചു കീറുന്നത് കാണാൻ നാട്ടുകാർ കാത്തേക്ക്. സിസ്റ്റർ, ഇന്ന് രാത്രി ഭയപ്പെടേണ്ട. ചെറുപ്പക്കാര, ഇന്ന് രാത്രി ഭ്രമിച്ച് നോക്കണ്ട. നിന്നെ വിളിച്ച ദൈവത്തിന് നിന്നെ പറ്റി ഒരു പ്ലാൻ ഉണ്ട്. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്ന ദൈവമക്കൾക്ക് പ്രോമിസുകൾ മരിക്കുന്നില്ല. ഇറാഖിന്റെ ചീഫ് സെക്രട്ടറി ആയി ഒരുവൻ കസേരയിൽ ഇരിക്കണമെങ്കിൽ സ്വർഗത്തിന്റെ കരം അവന്റെ കൂടെ ഉണ്ടെങ്കിൽ ബാബേലിന്റെ ചക്രവർത്തി ഉണ്ടാക്കിയ സിംഹങ്ങൾക്ക് പാക്തനെ തൊടുവാൻ കഴിയത്തില്ല. കരമുയർത്തിയവർക്ക് ഇന്ന് രാത്രി, പ്രിയ പുരുഷനെ, ഇന്ന് രാത്രി നിന്നെ തൊടുവാ ഒരു അന്ധകാര ശക്തിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്ക് നിനക്കെതിരെ പോരാടുന്ന അന്ധകാര ശക്തികളെ തകർക്കുക, നിന്നെ തകർക്കുവാൻ പദ്ധതി വെച്ച ദൂഷ്ടപിശാചിന്റെ തന്ത്രവാദങ്ങളെ തകർക്കുക. ഇന്ന് രാത്രി ദാനിയേലിന് വേണ്ടി ഇറങ്ങി വന്ന കാലം ഈ 13ാമത് കൺവെൻഷനിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരാ. വചനത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. 7ാം അധ്യായമാ. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്ന ഉലകത്തിലെ ഭരണമാ വരാൻ പോകുന്നത്. വായിച്ചിട്ട് മോനെ, ദാനിയേൽ പ്രവചനം 7ാം അധ്യായം അതിൻ്റെ 2ാമത്തെ വാക്യം. ന്യൂ വേൾഡ് ഓർഡർ ദാനിയേൽ 7:2 വായിച്ചാട്ട് കുഞ്ഞ് വായിക്കുക. ദാനിയേൽ പ്രവചനം 7ാം അധ്യായം 2ാമത്തെ വാക്യം വായിച്ച് സഹായിച്ചാട്ടെ. ദാനിയേൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയേറി വന്നു. അവിടെ നിൽക്കണേ. ഇനി ദാനിയേൽ 7 ഞാൻ പറയും, വായിച്ചാൽ മതി. ഇതിന്റെ പ്രത്യേകത, നെബൂഖദ്നേസർ ഒരു സ്വപ്നം കണ്ടു. അത് തന്നെ ദാനിയേൽ 7 ഉലക ഭരണത്തെ കാണുന്നത്. ഉലക ഭരണത്തിന്റെ പ്രത്യേകത, മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. സമുദ്രം, ജനം, കാറ്റ് സാത്താന്റെ ശക്തിയാ നമുക്ക് പോരാട്ടമുള്ളത്. എഫെസ്യ ലേഖനം തുടങ്ങുമ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാരത്തിന്റെ പോരുകൾ. ഇന്ന് രാത്രി ആകാശത്തിൻ്റെ വില്ലൻ ശക്തി ഉണ്ട്. എന്താ വില്ലൻ ശക്തി? ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിമാനം പോകുന്നു. 3 മണിക്കൂർ 45 മിനിറ്റ് കൊണ്ട് ദുബായിൽ ഇറങ്ങുന്നു. അവിടുന്ന് നേരെ ലിബിയ വഴി അമേരിക്കയ്ക്ക് പോകുന്നതിന് 9.5 മണിക്കൂർ കൊണ്ട് നോൺ സ്റ്റോപ്പായിട്ട് പറന്ന് കയറിപ്പാം. എന്നാൽ പല വിമാനങ്ങളും ചെയ്യുന്നത് ലിബിയയുടെ മേളിൽ കയറത്തില്ല, വഴി തിരിയത്തില്ല. അവിടെ ഒരു സമുദ്രം കിടപ്പുണ്ട്, അറ്റ്ലാന്റിക് സമുദ്രത്തിന് മേളിൽ കാറ്റുണ്ട്. അതുകൊണ്ട് ഈ വിമാനം ഒരു സ്റ്റോപ്പ് കൂടെ ചവിട്ടും. അതിൻ്റെ പേരാ UK ഹിത്രൂ അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ ഇറങ്ങിയിട്ട് ശേഷമാണ് പല വിമാനങ്ങളും ടച്ച് ചെയ്ത് അമേരിക്കയ്ക്ക് പോകുന്നത്. വിമാനത്തിൻ്റെ യാത്ര കുറയും, മണിക്കൂറും കുറയും. പക്ഷെ ഒറ്റ പൈലറ്റും അതിലെ പറപ്പിക്കത്തില്ല. ആകാശത്തിൽ വില്ലൻ കാറ്റുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരം എഡീഷനിൽ പത്രം വരുമ്പോൾ നിങ്ങൾ ചില പത്രങ്ങൾ വായിക്കാറുണ്ട്, വിമാനം കാറ്റിൽ ഉലഞ്ഞു. സ്വോത്രം. ചിലരുടെ സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി തലമുട്ടി എമർജൻസി ലാൻഡിങ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകൾ, അധികാരങ്ങൾ. അത് മാത്രമല്ല, ദാനിയേലിൽ 10 വരുമ്പോൾ തൻ്റെ പ്രിയ പുരുഷനായിരുന്നു ദാനിയേൽ. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയുടെ മറുപടി 21 ദിവസം പാർസി രാജ്യം തടഞ്ഞെന്ന അവസാനം പ്രധാന ദൂതനായ മീക്കായേൽ ഇറങ്ങി വെട്ടിമാറ്റി. ദാനിയേലിനോട് സ്വർഗം പറഞ്ഞൊരു കാര്യമുണ്ട്, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നീ പ്രാർത്ഥിച്ച ദിവസം തന്നെ അയച്ചു. പക്ഷെ അത് തടഞ്ഞു വെച്ചത് പാർസി രാജ്യത്തിൻ്റെ പ്രഭു. ഇന്ന് രാത്രി ഈ സുവിശേഷ പോർക്കളത്തിൽ പലരും പറയും പിശാചൊന്നുമില്ല, തടസ്സമില്ലെന്ന്. കുഞ്ഞെ, സ്പിരിച്വൽ വാർഫയറായത് നിങ്ങൾ മനസ്സിലാകുന്നവർക്കായി 1 ആത്മീയ മണ്ഡലവും 2 സാത്താന്യ മണ്ഡലവും. സ്വോത്രം. അതുകൊണ്ട് പലരുടെയും പ്രാർത്ഥനയുടെ മറുപടി അവൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് ആത്മീയ മണ്ഡലവും സാത്താന്യ മണ്ഡലവും. അതാ സ്പിരിച്വൽ വാർഫയർ. അപ്പോൾ രാത്രിയിൽ മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. എല്ലാവരും ശ്രദ്ധിച്ചോണ്ട്, 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. 1 അത് കുഞ്ഞു വായിക്കത്തില്ല, അവസാന ഭാഗം ഞാൻ വായിച്ചു തരും. തല തങ്കം കൊണ്ട്, തല തങ്കമാ ഉലകത്തിന്റെ ആദ്യത്തെ ഭരണം നെബൂഖദ്നേസർ ആദ്യത്തെ ഇറാഖിന്റെ ചക്രവർത്തി. അത് കഴിഞ്ഞ് നെഞ്ചും കയ്യും ദാര്യാവേശും കോരശും, അതിൻ്റെ പേര് നെഞ്ചും കയ്യും വെള്ളി കൊണ്ട്. അവൻ വാരിയല് 3 കടിച്ചു പിടിച്ചിരുന്നു. അതിൻ്റെ പേര് ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ. 3 എല്ലാവരും കേൾക്കണം. 3ാമത്തെ ഉലക ഭരണം. അതിൻ്റെ അവസാനം വെളിപ്പാടി കൊണ്ടുവരാനാ. 3ാമത്തെ ഉലക ഭരണം ഫിലിപ്പ് രാജാവിൻ്റെ 2ാമത്തെ ഭാര്യയിൽ ഒരുവനുണ്ടായി. അവൻ്റെ പേര് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അവൻ ആരാ? സാധാരണ പുള്ളിയല്ല, ലോകത്തെ വിറപ്പിച്ച താമ്രക്കാരൻ അലക്സാണ്ടറിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ?
അവൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. ഒരു കപ്പലിൽ അവൻ യാത്ര ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വന്നു. അവിടെ ഇന്ന് പാകിസ്ഥാനിൽ ഒഴുകുന്ന ജലം നദി, ആ ജലം നദി പാകിസ്ഥാനിൽ ഒഴുകുന്ന അവിടെ ഒരു വാളെടുത്തിട്ട് അലക്സാണ്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. മഹാസമുദ്രത്തോട് പറഞ്ഞു, നീ കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ വെട്ടിയനെ. സ്വോത്രം. അങ്ങനെ പറഞ്ഞവൻ ആ ഗ്രേറ്റ് അലക്സാണ്ടർ തിരിച്ച് അവൻ പറഞ്ഞു, അവിടെ അന്നത്തെ കാലത്ത് നല്ലൊരു സേന ഉണ്ടായിരുന്നു, ഇന്ത്യ പാകിസ്ഥാൻ. അവരെ ചരിത്രം രേഖപ്പെടുത്തും മെഗിദോ സേന. അവരുമായിട്ട് റെഡിയായില്ല. പുള്ളി അങ്ങ് തിരിച്ചു പോയ വഴി പാകിസ്ഥാൻ വഴി അഫ്ഗാൻ വഴി ഇറാനിലെത്തി. ഇറാനിൽ നല്ലൊരു കുളിക്കുന്ന സ്ഥലമുണ്ട്, ബന്ദർ ബിൻ അബ്ബാസ്, ബൈബിളും ചരിത്രവും. അവിടെ ഇദ്ദേഹം കുളിക്കാൻ ഇറങ്ങി. നല്ല വെള്ളത്തിൽ കുളിച്ചു. പക്ഷേ സംഭവിച്ചത് എന്താ? കുളിച്ച് കഴിഞ്ഞ് കപ്പലിന് ഡെക്കിനകത്ത് കാറ്റ് കൊണ്ട് ഇദ്ദേഹത്തിന് ഒരു വൈറൽ പനിയായി. 4 ക്യാപ്റ്റന്മാരാ അലക്സാണ്ടറിനുള്ളത്, 4 കഴുകൻ ചിറകുകൾ. അതിൻ്റെ പ്രത്യേകത ലിസിമാക്കസ്, സെലൂക്കസ്, കസാന്തിസ്, ടോളമി, 4 ഭരണങ്ങൾ, കമാൻഡർമാർ. ഇതിൽ ഒരുവൻ അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് കപ്പൽ നേരെ ഗ്രീസിലേക്ക് വിടാൻ ചെന്നു. ഗ്രീസിൽ ചെന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. അവന് വിറയൽ തുടങ്ങി. പിന്നെ വീണ്ടും മദ്യപിച്ചിട്ട് കുളത്തിൽ ചാടി. അതിനുശേഷം വല്ലാത്ത വിറയൽ. അവന് പിടികിട്ടി, നാളെ ഞാൻ മരിക്കും. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ് ലിസിമാക്കസ് ക്യാപ്റ്റനെ വിളിച്ചിട്ട് പറഞ്ഞു, അളിയാ ഞാൻ നാളെ മരിക്കും. ആ സമയത്ത് ഒരു കാര്യം ചെയ്യണം, എൻ്റെ ഡെഡ് ബോഡി ഗ്രീസിനകത്ത് നല്ലൊരു ശവപ്പെട്ടി കയറ്റണം, എന്നിട്ട് കൈകൾ 2 കോളി കൂടെ പുറത്തിട്ടേക്കണം. സ്വോത്രം. അദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം പറഞ്ഞു, ലോകം മുഴുവൻ കീഴടക്കി അലക്സാണ്ടർ ദ ഗ്രേറ്റ് സെമിത്തേരിയിലേക്ക് പോകുമ്പോൾ കൈ എന്തിനാ പുറത്തിടുന്നത്? അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ മരണത്തോടുകൂടെ ഒന്നും കൊണ്ടുപോകുന്നതിൽ ഒഴിഞ്ഞ കൈകളുമായി ഞാൻ സെമിത്തേരിയിലേക്ക് പോകുക. എന്നാൽ ഇന്ന് രാത്രി അങ്ങനെ തന്നെ അവൻ സെമിത്തേരിയിലേക്ക് പോയി. എന്താ സംഭവിച്ചതെന്നറിയാമോ? അവൻ സെമിത്തേരിയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കൈകൾ മലത്തിയിട്ടെന്ന് ആരെ ഗ്രീസിന്റെ ചരിത്രം എഴുതിയ. എന്നാൽ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒരു പ്രത്യാശയുണ്ട്. ശവപ്പെട്ടി കയറിയില്ലെങ്കിലും കപ്പക്കാലെ വീണാലും, സ്വോത്രം, അല്ലെ സമുദ്രത്തിനകത്ത് വീണാലും, വൈറസ് അടിച്ച് മലമുകളിൽ 12 അടി താഴ്ത്തിയാലും അതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്. കല്ലറയുടെ നടുവിൽ വന്ന് ഞങ്ങളെ മാടി വിളിക്കുന്ന നല്ല ഒരു കർത്താവുണ്ട്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുക. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഇതാ ഹല്ലേലൂയ നമ്മുടെ വിഷയം. സ്വോത്രം. അതിനുശേഷം ഒരു ഭരണം വന്നു. ആ ഭരണത്തിൻ്റെ പ്രത്യേകത ഇന്ന് രാത്രി ശ്രദ്ധിച്ചോണം. ആ ഭരണത്തിൻ്റെ പ്രത്യേകത ഇന്നത്തെ റോമാ സാമ്രാജ്യം 200-ൽ പരം കൊള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചു. അതിനുശേഷം ഒരു ഭരണം വന്നു. ആ ഭരണമായി ഇരുമ്പും കളിമണ്ണും. 1 more time റിവൈസ്. 1 തല തങ്കം നെബൂഖദ്നേസർ. 2 നെഞ്ചും കൈയും വെള്ളി ബാബേൽ മേദ്യ പാർസ്യ സാമ്രാജ്യം ദാര്യാവേസ് കോരസ്. അരഭാഗം ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ, 4 ചിറകൾ ക്യാപ്റ്റൻ ലിസിമാക്കസ്, സെലൂക്കസ്, കസാന്തിസ്, ടോളമി ബൈബിൾ. അടുത്ത 5 കാലിൻ്റെ തുട റോമാ സാമ്രാജ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്നത്തെ ഭരണം ഇരുമ്പും കളിമണ്ണും. അത് കഴിയുമ്പോൾ വരാൻ പോകുന്നു കാലിൻ്റെ താഴെ 10 വിരൽ 10 കൊമ്പുള്ള ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. അതിൻ്റെ പേര് ഏകലോക ഭരണം. ഇന്ന് രാത്രി അങ്ങനെ ഒരു ഭരണം വരുമോ? ഇന്ന് രാത്രി അത് വന്നേ പറ്റൂ. ചിന്ത യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം ബൈബിൾ കൂടെ മത്തായി 24:3-4-5. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു ഉത്തരം പറഞ്ഞു. മത്തായി 24:32-33-34. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ആ വേനല കഴിഞ്ഞ ഒക്ടോബർ 7 മുതൽ തുടങ്ങി ഇസ്രായേൽ ഹമാസ് ഇത് വരാൻ പോകുന്ന അന്തിമ യുദ്ധം. കഴിഞ്ഞ ദിവസങ്ങളിൽ അനിൽകുമാർ പാസ്റ്ററിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അമ്പങ്കോട് നിർത്തി ഞാൻ ഈ അന്ത്യകാല പ്രസംഗം പ്രസംഗിച്ചതുകൊണ്ട് ഇന്ന് രാത്രി എസക്കേലിലും ഇരമ്യാവിലും ഞാൻ കയറാത്തത്, ഇന്ന് ദാനിയേലിലേക്ക് വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം ക്ലിയർ ആയിരിക്കണമല്ലോ. അവനടുക്ക വാതിൽക്കൽ. ഇന്ന് രാത്രി സീനായിലെ കുഞ്ഞുങ്ങൾ ചോദിക്കുക, എന്തുകൊണ്ട് ഒരുവനടുക്ക വാതിൽക്കൽ? ഇന്ന് കഴിഞ്ഞ 300-ൽ പരം ദിവസമായി ഇസ്രായേൽ ഹമാസ്, 2.5 വർഷമായി റഷ്യ ഉക്രൈൻ. കഴിഞ്ഞ 2 വർഷം കൺവെൻഷൻ മുമ്പ് ഞാൻ ഇവിടെ റഷ്യ ഉക്രൈൻ പ്രസംഗിച്ചു പോയ ആളാണ്. അടി ഇതുവരെയും തീർന്നില്ല പാസ്റ്റർ. സ്വോത്രം. 2 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ റഷ്യ ഉക്രൈൻ പ്രസംഗിച്ചതാ. അന്ന് തൊട്ട് അടി നടന്നുകൊണ്ടിരിക്കുക. ഈറ്റുനോവിൻ്റെ ആരംഭം. അത് കഴിഞ്ഞ് ഇത് ആര് തീർക്കും? സാമ്പത്തിക മണ്ഡലം ലോകം തകരുന്നു. ആര് തീർക്കും? അങ്ങനെയെങ്കിൽ ഇന്നത്തെ ലോകം ഒരുവൻ ഭരിക്കണം. ഞങ്ങളല്ല പറഞ്ഞത്. ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ G20 ഉച്ചകോടി നടക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ ലോകം ഒരുവൻ്റെ കയ്യിൽ കൊടുത്താൽ കൊള്ളാം. അങ്ങനെ ഒരുവൻ ഭരണത്തിൽ വരാൻ പോന്നോ. അതിൻ്റെ പേര്
നിങ്ങളുടെ മൊബൈലിലും കിട്ടും. ഇന്നത്തെ ചാനലുകൾ മുഴുവൻ എഴുതി കാണിക്കുന്നുണ്ട്, ഒരുവൻ്റെ കയ്യിൽ ഭരണം, ഏക ലോക ഭരണം, ഏകനാ ലോകം ഭരിക്കും. അതുകൊണ്ടാണ് ദാനിയേൽ 8 ഒരുവൻ്റെ കയ്യിൽ ഭരണം. കുഞ്ഞു വായിച്ചു. അവരുടെ രാജ്യത്വത്തിൻ്റെ ഇന്നത്തെ രാജാക്കന്മാരുടെ അന്ത്യദിനം അടുക്കുമ്പോൾ അതിക്രമക്കാരും ഇന്നത്തെ കൊലപാതകളുടെ ഭരണാധികാരികളുടെ അന്ത്യദിനത്തിൽ ഒരു രാജാവ് എഴുന്നേറ്റ് വരും. അവൻ്റെ അധികാരം വലുതായിരിക്കും. അങ്ങനെ ഒരു രാജാവ് ഉലകത്തിൽ വന്നാൽ ഇനി എല്ലാവരും ശ്രദ്ധയോടെ ഇരിക്കണം. അവൻ ആദ്യം എന്ത് ചെയ്യും? കേരളത്തെ തന്നെ നോക്കാം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ഉമ്മൻചാണ്ടി വെച്ച പോലീസ് മേധാവികളെ, പ്രോസിക്യൂട്ടേഴ്സിനെ, ഹൈക്കോടതി പ്ലീഡേഴ്സിനെ മാറ്റി. അദ്ദേഹം പറയുന്ന വ്യക്തികൾ അധികാരത്തിൽ. അതിൻ്റെ അർത്ഥം ഹി വിൽ ടേക്ക് ഇറ്റ് ദ ലാൻഡ് ഓർഡർ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി 3ാമത്തെ ടേമിലേക്ക് ഇന്ത്യ ഭരിക്കുമ്പോൾ കരസേന, നാവികസേന, സകല കാര്യങ്ങളുടെ എന്താക്കി സേനകളുടെ മേധാവികൾ താൻ പറയുന്ന പരിധിയിലേക്ക് കൊണ്ടുവന്നു. അർത്ഥം ഭരണാധികാരിയുടെ നിയമത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരും. അതിനാസ്പദമായി ഇന്ന് ലോകത്തിൽ ഒരു സംഭവം നടക്കുന്നു. ഏറ്റവും നിർണായകമായ കാർമിക നിയമത്തെ അവൻ കയ്യിലെടുത്തു. ഇന്നത്തെ ഭരണാധികാരി വരുന്നതിന് മുമ്പ് കാർമിക നിയമത്തെ കയ്യിലെടുക്കൂ. അർത്ഥം കാട്ടാക്കട സഖാവ് പിണറായി വിജയൻ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് 6 മാസം മുമ്പൊക്കെ ആ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. SP, പോലീസ്, ബോംബ് സ്ക്വാഡ്, അദ്ദേഹത്തിൻ്റെ 12 വണ്ടി, ഫയർഫോഴ്സ്, ഇതൊക്കെ വന്നിട്ട് ആര് വരത്തോളൂ? മുഖ്യമന്ത്രി വരത്തോളൂ. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് മൈതാനം നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ വരണമെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് റൂട്ട് മാർച്ച്, എയർപോർട്ട്, റോഡെല്ലാം വൃത്തിയാക്കും, ആംബുലൻസ്, IV, റോ ഇതെല്ലാം കാട്ടാക്കട സെറ്റിൽ ചെയ്യുക. അതുപോലെ ഈ ഒരു ഭരണം വരുന്നതിന് മുമ്പ് അവൻ നിയമത്തെ കയ്യിലെടുക്കും. വായിക്കാം, ആര് നിയമത്തെ കയ്യിലെടുക്കും? ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 24-25 കറക്റ്റ് ആയിരിക്കണം. കുഞ്ഞെടുത്താട്ടെ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 24-25 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കണം. ഈ രാജ്യത്തിൽ നിന്നുള്ള 10 കൊമ്പുകളോ കിടക്കുന്ന 10 രാജാക്കന്മാർ യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരും. പുറകെ ഞാൻ വായിച്ചു തരും. എഴുന്നേൽക്കുവാനിരിക്കുന്ന 10 രാജാക്കന്മാരാകും. യൂറോപ്യൻ യൂണിയനോട് ചേർന്ന് 10 രാജാക്കന്മാർ ചേരും ഒരേകലോക ഭരണത്തിന് വേണ്ടി. അമേരിക്കയൊക്കെ പടപടാ താഴെ വീഴും. അടുത്ത വാക്ക്, അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവന്റെ പേരാ എതിർ ക്രിസ്തു. വായിക്കാം. അവൻ മുമ്പിലത്തെവരോട് വ്യത്യാസമുള്ളവനായി. അവൻ മുമ്പിലത്തെ ഭരണാധികാരികളെ കണക്കുള്ളവനല്ല, വ്യത്യാസമുള്ള ഒരുവൻ. അടുത്തത്, 3 രാജാക്കന്മാരെ വീഴിച്ചു കളയും. രാജാധിപത്യത്തെയും ജനാധിപത്യത്തെയും അവൻ ഏകാധിപത്യത്തെയും വീഴ്ത്തും. ദാനിയേൽ 7-8 പുറകെ പറയുമ്പോൾ ഞാൻ പറയാം. അടുത്ത വാക്ക്, അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പ് പറയുകയും. അവൻ അത്യുന്നതനായവന് വിരോധമായി ദൈവവചനത്തെ അവൻ മാറ്റിക്കളയും. അടുത്തത്, അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും. അനവധി പേരെ അവന്റെ മിലിറ്ററി കൊന്നും കളയും. IS അത് വിശുദ്ധന്മാരെ കൊല്ലും. അടുത്തത്, സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അടുത്തത്, കാലവും കാലങ്ങളും. ഇതാ പ്രസംഗം. കാലങ്ങളും കാലാംശവും അവർ അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഇതാ കിടക്കുന്ന കാര്യം. ഇന്നത്തെ ഭരണാധികാരികൾ മുഴുവൻ ഇവിടെ ഫെയിലുവറാ. കാലങ്ങൾ, കാലാംശം എല്ലാവരും പഠിക്കണം. ബൈബിളിനകത്ത് 10 യുഗങ്ങൾ. 1 ദൂതന്മാരുടെ യുഗം, നാളെ പറയാം. 2 നിൽക്കൽമക്ഷ യുഗം. 3 മനസാക്ഷി യുഗം. 4 ന്യായപ്രമാണ യുഗം. 5 സങ്കലന യുഗം. 6 കൃപായുഗത്തിലാണ് നാം വന്നത്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടും, കൃപായുഗം തീരാറായി, രക്ഷയുടെ വാതിൽ അടയാറായി. ആ കൃപായുഗം കഴിഞ്ഞാൽ ഒരു കാലം, ഇരുകാലം. ഒരു കാലം 3.5 വർഷം, കാലം 3.5, കാലം 7, കാലാംശം 3.5 വർഷം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവൻ അത്യുന്നതന് വിരോധമായി വമ്പ് പറയുകയും സമയത്തെയും നിയമത്തെയും മാറ്റുകയും ചെയ്യും. ഇവിടെ ആന്റിക്രൈസ്റ്റ് വരുന്നതിന് മുമ്പ് നിയമം, 1ാമത്തെ നിയമം എവിടെ? ശ്രദ്ധയോടെ ഇരിക്കണമേ. 1 പ്രപഞ്ചത്തിന്റെ സൃഷ്ടി. ആദിയിൽ ദൈവം ആകാശ ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴും ശൂന്യവും, ഇരുൾ ഭൂതലത്തിൽ. വെള്ളത്തിന്മീതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. അതാ നമ്പർ 1. 2 ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എവിടെ? വളരെ സ്പീഡ് കുറഞ്ഞു. കുരങ്ങൻ പരിണമിച്ചതല്ല മനുഷ്യൻ, അല്ല ഡാർവിൻ്റെ ചിമ്പാൻസി പരിണമിച്ചതല്ല മനുഷ്യൻ. സ്വോത്രം. അങ്ങനെ ആയിരുന്നു. മനുഷ്യന് ഇന്ന് പരിണമിക്കണമായിരുന്നു. മനുഷ്യൻ്റെ ചരിത്രം 6000 കൊല്ലമാ ബൈബിളും മനുഷ്യനുമായിട്ടുള്ളത്. എവിടെ മനുഷ്യനെ ഉണ്ടാക്കി? എത്യോപ്യ, ഇറാഖിൻ്റെ വടക്കേ അറ്റം 2 പട്ടണങ്ങളുണ്ട്, 3 പട്ടണങ്ങൾ. 1 എത്യോപ്യ ഉണ്ട്, 1 തുർക്കിയുണ്ട്, അതിൻ്റെ ഒരു ഭാഗം സിറിയ. ഈ എത്യോപ്യ
ആ ആഫ്രിക്കയുടെ ഒരു മണ്ണ ട്യൂബ്രട്ടീസ് ഗ്രീസിൻ്റെ അക്കരെ. അവിടെ നിന്ന് 6 ഘടകം സ്വർഗമെടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശാസം. 7ാമത്തെ ഘടകം നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം മെനഞ്ഞു. പലരും പ്രസംഗിക്കാറുണ്ട്, ഇവിടെ അടുത്ത് പാറക്കൂറിയുണ്ട്, മുക്കുന്നിമലയിലും പാറയുണ്ട്. അപ്പോൾ പലരും പ്രസംഗിക്കാറുണ്ട് മണ്ണിൽ നിന്നാണ് മനുഷ്യനെ മെനഞ്ഞത്. എൻ്റെ പൊന്നു മക്കളെ, അത് ഒരിടത്ത് ശരിയല്ല. മണ്ണിന് 97 മൂല കൊണ്ട് പൊറോക്സോൺ. മുക്കുന്നിമലയിലെ പാറ കൊണ്ട് ആദമിനെ മെനഞ്ഞ എങ്ങനെ ഇരിക്കും യോണിപ്പാസ്റ്ററെ? പാറ കൊണ്ട് മനുഷ്യൻ എങ്ങനെ ഇരിക്കും? സ്വോത്രം. അവൻ നാട്ടുകാർക്ക് ഒരു തട്ട് കൊടുത്താൽ അവനും തീരും, നാട്ടുകാരും തീരും. സ്വോത്രം. അതുകൊണ്ട് അത് മാത്രമല്ല, ഇച്ചിരി കടത്തി പറയാം, ആദമിനെ ഹവ്വായും 2 പേരെയും പാറ കൊണ്ട് മണയ നിങ്ങൾ നോക്കണം. അപ്പം ഈ രാത്രി ഒരു കിസ് കൊടുത്താൽ എങ്ങനെ ഇരിക്കും? സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇപ്പം കാര്യം പിടികിട്ടിയുള്ളൂ. അപ്പം മണ്ണിൽ നിന്നല്ല, പൊടിയിൽ നിന്ന്. റെഫറൻസ് കൂടെ തരാം. ഞാൻ പോയാലും പാവപ്പെട്ട അനിൽകുമാർ പാസ്റ്റർ പിടിക്കരുത്. അതുകൊണ്ടാണ് ഉൽപ്പത്തി 2:17 അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ. ദാനിയേൽ 12:2 നിലത്ത പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ ചിലർ നിത്യജീവനായി, ചിലർ നിത്യലജ്ജയ്ക്കായി. പിന്നെ ഒരു വീട്ടിലും വായിക്കാത്തൊരു സങ്കീർത്തനമുണ്ട്, സങ്കീർത്തനം 90 മനസ്സിലാകുന്നവർക്കായി. അഹരോന്റെ മരണം കാണുമ്പോൾ മോശ ഇങ്ങനെ എഴുതുന്നു, അനാദിയായി ശാശ്വതമായി നീ ഞങ്ങളുടെ ദൈവം, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവി എന്നരുളപ്പാട്. മർത്യനെ മണ്ണിലേക്കല്ല പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്ന ദൈവം. സ്വോത്രം. അതിൻ്റെ താഴെ ഒരു വാക്യമുണ്ട്, ഒറ്റ പാസ്റ്റർമാരും അച്ഛന്മാരും വായിക്കത്തില്ല. അതിൻ്റെ പ്രത്യേകത എന്താ? ഞങ്ങളുടെ ആയുഷ്കാലം 70, ഏറെയായാലും 80. ഞങ്ങളുടെ കൂടെ ഭാര്യമാരുണ്ട്, അവർക്ക് കൊടുക്കും. ബാക്കി നീ വായിച്ചോ സഹോദരി. എന്നർത്ഥം അവൾ തീർന്നിട്ട് ഞങ്ങൾ വേറെ കല്യാണം കഴിച്ചോളാം. സ്വോത്രം. അത് ഒറ്റ വീട്ടിലും വായിക്കത്തില്ല, ഒറ്റ ആൾക്കാരും വായിക്കത്തില്ല. 70, 80. അപ്പം നിലത്ത പൊടിയിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞു. ആദമൻ്റെ മൂക്കിൽ സ്വർഗം ജീവശ്വാസം ഊതി. എല്ലാവരും ശ്രദ്ധിക്കണേ. ആദമൻ്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിയപ്പോൾ ആദമിൻ്റെ കണ്ണ് തുറന്നു. അവൻ്റെ കാർട്ടിൻ്റെ 336 ഗ്രാം 4 അറകളും ഓടാൻ തുടങ്ങി. അതിനകത്ത് രക്തം പമ്പ് ചെയ്യാൻ, മുടി അനക്കാൻ തുടങ്ങി, കാലിൻ്റെ നഖമെല്ലാം ക്ലിയറായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, ഈ ദൈവം സാധാരണ ദൈവമല്ല. സീനായി കൺവെൻഷൻ ഞങ്ങൾ പറയുന്നു, ഇവന്റെ പേര് മഹാദൈവം. അതുകൊണ്ട് ഇന്ന് രാത്രി കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ദൈവത്തെയോ ഇന്ന് രാത്രി നീ ആരാധിക്കുന്നത്. നിംസും കിംസും അല്ല ആദ്യത്തെ വെന്റിലേറ്റർ, അല്ലെങ്കിൽ പേയാട് SP അല്ല ആദ്യത്തെ വെന്റിലേറ്റർ. ആദമന്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ ആദം ചലിക്കുന്ന ദേവി. എൻ്റെ അരുമയാണ് ഇരവ് കൺവെൻഷൻ കൂട്ടങ്ങൾ 1ാമത് രാത്രി ആൾക്കാർ പറയും, ഈ ദൈവത്തെ അതുകൊണ്ടാണ് ഞങ്ങൾ എൽ ഷദായ്, സകലത്തിലും മതിയായ കർത്താവ്. അവരെ പാർപ്പിക്കാൻ കൊണ്ടുവന്നതാ. എവിടാന്നറിയാമോ? ഏദനകത്ത്. അവിടെ ഏദന് ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് ഭാര്യയെല്ലാം എടുത്ത് ഒരമ്മമ്മയും കൂടെ കൊണ്ടുവന്ന് ഏദൻ്റെ പൂങ്കാവനത്തിൽ കൊണ്ടുവന്നു. സ്വോത്രം. ഏദൻ്റെ പൂങ്കാവനത്തിൽ കൊണ്ടുവന്നിട്ടാ ആദ്യത്തെ കുടുംബത്തെ സ്വർഗം അനുഗ്രഹിച്ചു. അടക്കി പാടുക, പെറ്റുവരുക, സന്താനപുക്ഷി ഉള്ളവരാവും, നിത്യം നിത്യം ദൈവത്തെ ആരാധിക്കുക, ഒരു ദിവസം 1000 സംവത്സരം. ഇത്രയൊക്കെയാണ് സ്വർഗം പറഞ്ഞത്. അതുകൊണ്ട് കത്തോലിക്ക സഭ ഇവിടെ പേയാട് കാണും, തിരുമല കാണും. ഇവിടെയൊക്കെ കത്തോലിക്ക സഭ കല്യാണം നടക്കുമ്പോൾ വൈദികൻ താണ്ട് കൊയർ താണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോൾ വൈദികൻ കൂടെ പാടും, വാനിൽ നിന്നൊരു മകുടം കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി. നല്ല പാട്ടില്ലേ? സ്വർഗമല്ലേ ആദ്യത്തെ കല്യാണം. ഞാനത് ചെയ്യുന്നേ ഉള്ളൂ. കർത്തൻ കയ്യാൽ അത് വാഴ്ത്തി മണവാളന് നൽകി, മണവാട്ടിക്കും കൊടുത്തു, വൈദിക ശമ്മാശന്മാരാൽ അനുഗ്രഹിച്ചു. നമ്മളെവിടെ കാണാൻ? അവിടെ കല്ലറയുണ്ട്, ബദാമരത്തിൻ്റെ സെൽഫി എടുത്തുകൊണ്ടിരിക്കും. സ്വോത്രം. എത്ര നല്ല പാട്ടാണ്. സ്വോത്രം. അത് കഴിഞ്ഞിട്ട് പെന്തിക്കോസുകാരുടെ കല്യാണം. ഇവിടെ ബഹുമാനപ്പെട്ട നേശമണി പാസ് ഇവരെല്ലാം ഇരിക്കുന്നു. കല്യാണം നടക്കുമ്പോൾ ചെറുക്കനെയും പെണ്ണിനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരനെയും വധുവിനെ ഡിയർ ഗേൾ ആൻഡ് ബോയ് കം, അല്ലെങ്കിൽ നിയുക്ത വധു വരൻ. എന്നിട്ട് 2 കൈയും പിടിക്കുന്നതിന് ഒരു ഭാര്യ പറയും, 6000 കൊല്ലങ്ങൾക്കും വേദൻ്റെ പൂങ്കാവനത്തിൽ ഇറങ്ങി വന്ന് ആദമ്യ കുടുംബത്തെ കരം കൊടുത്ത് സംയോജിപ്പിച്ച ദൈവത്തിൻ്റെ കരത്താൽ ഈ കുടുംബം. സ്വോത്രം. അപ്പം ആദ്യത്തെ കല്യാണം നടത്തിയത് ആര്? കാട്ടാക്കട നമ്പർ 1 കോടതിയാന്നു, അല്ലെ വഞ്ചൂർ മജിസ്ട്രേറ്റാന്നു, അല്ലെ മലയൻകീഴ് സബ് രജിസ്ട്രാറാന്നു. പക്ഷേ ആദ്യത്തെ കല്യാണം നടത്തിയത് സ്വർഗത്തിലെ ദൈവം. ഇന്നത്തെ കല്യാണം ആര് നടത്തും? ഇതാ നിയമം മാറ്റുന്നത്. വളരെ ക്രിയകളായി. ഇതാണ്ട് വിവാഹമോ ഞങ്ങളില്ല. അമേരിക്കക്കാർ, ലോകത്തിലെ ഏറ്റവും നല്ലൊരു രാജ്യം, 51 സ്റ്റേറ്റ്, ഡോളറിനകത്ത് എഴുതി വെച്ചിരിക്കുക വി വിൽ ട്രസ്റ്റ് ഇൻ ഗോഡ്. അവൻ തന്നെ ആദ്യം പറഞ്ഞു വിവാഹം വേണ്ടാന്ന്. ദൈവം വെച്ച നിയമം മാറി, കാർമ്മിക നിയമം. വിവാഹമോ ഞങ്ങളില്ല. അമേരിക്കക്കാർ കേരളത്തിലോട്ട് വരാൻ പോവാ. അടുത്ത വാക്ക് സ്വോത്രം. അടുത്തത് നിയമം മാറുന്നു. പെൺകുട്ടികൾ ഒന്നിച്ച് താമസിക്കാൻ പിന്തുണ. കുറെ പറഞ്ഞുതരാം. ലെസ്ബിയൻ ഗൈ മാരേജ്, LGBTQ റെഡിയായി. ലെസ്ബിയൻ ഗൈ മാരേജ്. പടക്കം പറവുകാരി ശരണ്യം,
അത് കഴിഞ്ഞിട്ട് എറണാകുളത്തുകാർ ശ്രുതിയും കൂടെ ബാംഗ്ലൂരിൽ താമസിക്കുന്നു. മലയാളം അന്നമ്മ ചിന്നമ്മ. അടുത്തത് കാണാം അവറാച്ചൻ തോമാച്ചൻ. സ്വോത്രം. ലോകം തീരാൻ പോവുക. സ്വോത്രം. ദാണ്ട് 2 ചെറുപ്പക്കാർ പള്ളിയിൽ വെച്ച് കല്യാണം. കത്തോലിക്ക സഭ ഒരു സഭയും കുറ്റിയല്ല, വിൻസെന്റും ബ്രൂണോയും. അതിൻ്റെ അർത്ഥം ഇനി ലോകം കാണാൻ പോകുന്നൊരു സംഭവം നിങ്ങളോട് ഞാൻ പറയാൻ പോവാ. എല്ലാവരും കേട്ടോണം. ലോകം കാണാൻ പോകുന്നൊരു സംഭവം. 2 പെൺകുട്ടികൾ ലിവിങ് ടുഗദർ കോടതി എഴുതി കല്യാണം കഴിച്ചവർ ജീവിച്ചാൽ മക്കളുണ്ടാകത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ എവിടുന്നെങ്കിലും അനാഥ മന്ദിരത്തിൽ നിന്ന് എടുക്കും. പേയാട് റെസിഡൻഷ്യൽ സ്കൂളിൽ ചേർക്കാൻ പോവും. കുഞ്ഞിൻ്റെ രജിസ്റ്ററിനകത്ത് 2 അമ്മ, അപ്പനില്ല. കര ഉയർത്തിക്കോ. സ്വോത്രം. വരാൻ പോകുന്ന കാര്യം. സ്വോത്രം. അടുത്ത ലോകം തീരാൻ പോവാം അമ്മ. ഇതെല്ലാം തീരാൻ പോവാം. കേൾക്കണം. അത് കഴിഞ്ഞ് 2 ചെറുപ്പക്കാർ കറിയാച്ചാനും തോമാച്ചാനും തിരുമല കല്യാണം കഴിച്ചു. എവിടുന്നെങ്കിലും ഓർഫനേജിൽ നിന്നൊരു കുഞ്ഞിനെ മേടിച്ചു. കുഞ്ഞിനെ പഠിപ്പിക്കാൻ എവിടെ കൊണ്ടുപോയി? വലിയവളെ സ്കൂളിൽ കൊണ്ട് ചേർത്തു. അപ്പൻ്റെ പേര് അമ്മയുടെ പേര് എഴുതാൻ പറഞ്ഞു. അമ്മ നഹി. 2 അപ്പൻ്റെ പേര്. സ്വോത്രം. ഒരു കൊച്ചിന് 2 അപ്പൻ വരാൻ പോവാ. സ്വോത്രം. ലോകം തീരാൻ പോവാ. അവിടെ അമ്മരെ കാര്യത്തി അന്ത്യകാലം. He will take it the land order. ബാക്കി എല്ലാ സ്ഥലത്തും കല്യാണം ഇല്ല. സോണ്ട്. അടുത്തത് സ്വർഗ വിവാഹം. ഫ്രാൻസിൽ അംഗീകാരം. അവൻ നിയമത്തെ കഠിനമാക്കാൻ പോകുന്നു. അടുത്ത വാക്ക് കേട്ടോണം. ഇന്നത്തെ ലോകം എവിടം വരെ എത്തി നിങ്ങൾ മനസ്സിലാക്കണം. ഒരുവൻ പറഞ്ഞവർ സ്വർഗ വിവാഹം. US പച്ചക്കൊടി 51 സ്റ്റേറ്റിലും വിവാഹ ബില്ല് ഒപ്പിട്ടു. പച്ചക്കൊടി സ്വർഗ വിവാഹത്തിന്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കണം. ഓസ്ട്രേലിയയിൽ സ്വർഗ വിവാഹം. ആദമിന് ദൈവം കൊടുത്തത് പെന്തിക്കോസ്തുകാർ കേട്ടാട്ടെ, CSIക്കാർ കേട്ടാട്ടെ, തക്ക തുണ. കരമുയർത്തുന്നവർക്കായി. അതിനെ ഇന്നത്തെ ലോകം മാറ്റി. കണ്ടു. കണ്ണിന് കൊള്ളാവുന്നതിനെല്ലാം തിരഞ്ഞെടുത്തു. ദാണ്ട് സുന്ദരമായ കാര്യം. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാം. 21 വയസ്സുള്ളൊരു പയ്യൻ അന്ത്യോർക്കോണം. 18 വയസ്സുള്ള പെൺകുട്ടി വിളപ്പിൽശാല. 2 പേരും കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്നു. അവർ നല്ല സ്നേഹം. വീട്ടുകാർ സമ്മതിച്ചില്ല. ചെറുക്കനും പെണ്ണൂടെ കാട്ടാക്കട വക്കീലിനെ പോയി കണ്ടു. 4000 രൂപ ഒരു പേപ്പർ. ലിവിങ് ടുഗദർ. അതിൻ്റെ അർത്ഥം കാട്ടാക്കടയിൽ നിന്ന് ചൂണ്ടുപലകയിൽ ഒരു വാടക വീടെടുത്ത് താമസിക്കുക. ഇവിടുന്ന് അപ്പനും അമ്മയും വിളപ്പിൽശാല പരാതി കൊടുത്തു. അവിടെ ഉണ്ടെന്നറിഞ്ഞു. CIയുമായിട്ട് അവിടെ ചെന്നു പിള്ളേരെ പിടിക്കാനായിട്ട്. പിള്ളേർ 2 പേര് സ്ട്രോങ്. കാട്ടാക്കട കോടതി കൊടുത്ത ലിവിങ് ടുഗദർ കാണിച്ച് CI പറഞ്ഞ് ടീ സാപ്പിട്ടിട്ട് സ്ഥലം വിട്ടോളായി. സന്തോഷമില്ല. സ്വോത്രം. ദാ കിടക്കുന്നു. ആസാദിക്ക അമൃതോനേക്കാല് 17 आर्ट्स का साल अभी चल रहा है. अपना इंडिया का कानून बदली हो गया. आजकल शादी नहीं है. किसी लड़का किसी लड़की को हाथ मिला के कोर्ट में जाएगा. एक ऑर्डर पकड़ेगा. उनको किधर भी घर में रहने के लिए अपना हुकूमत आजकल एक ऑर्डर दिया बेटा. നാട്ടുകാർ കേട്ടോ? സ്വോത്രം. തീരാൻ പോവാ ലോകം. കുഞ്ഞുങ്ങളെ ഓർത്തൊന്നും സന്തോഷിക്കണ്ട. പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. 18 കഴിഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കാൻ. ലിവിങ് ടുഗദർ. അത് കഴിഞ്ഞിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് മാരേജ്. ദാ കിടക്കുന്നു. ഈശാനും ദാണ്ടൊരു പെൺകുട്ടികൾ തങ്ങളിൽ ട്രാൻസ്ജെൻഡേഴ്സ് മാരേജ്. അടുത്ത കാര്യം എന്താണ്ട്? കോടതി മുറിയിൽ ഇന്ത്യയിലെ സുപ്രീം കോടതിയിൽ 2 അമ്മാമ്മമാർ ഒരുമിച്ച് ജീവിക്കുന്ന സുപ്രീം കോടതി. തീരാറായോ? ബാക്കി എല്ലാം അവസാനിക്കാൻ പോവാ. ഇപ്പം MP രാജേഷ് നമ്മുടെ കേരളത്തിൻ്റെ ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി. ഓൺലൈൻ കല്യാണങ്ങൾക്ക് നല്ല സപ്പോർട്ട്. സ്വോത്രം. ചെറുക്കനും പെങ്കൊച്ചും എവിടെ ഇരുന്നാലും വേണ്ടിയല്ല ഓൺലൈൻ വഴി കല്യാണം ചെയ്യാമെന്ന്. സ്വോത്രം. പഞ്ചായത്തിൻ്റെ ഗസറ്റിലുണ്ട്. നാളെ ചെന്ന് നോക്കിയാൽ മതി. അല്ലെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറോട് ചോദിച്ചാൽ മതി. എൻ്റെ പേരൂടെ പറഞ്ഞാൽ മതി. അപ്പോൾ അവർ എടുത്തു തരും ഗസറ്റിൽ നിന്ന്. ഓൺലൈൻ വിവാഹം. വരൻ പുനലൂർ, വരൻ ഉക്രൈൻ, വധു പുനലൂർ. കല്യാണം കമ്പ്യൂട്ടർ. സ്വോത്രം. ദാ ഓൺലൈൻ മാരേജ്. കൈവച്ചാൽ മതി കല്യാണം നടക്കുമെന്ന്. അതിന് പോലും ഇവിടുത്തെ ഗവൺമെൻറ് പിന്തുണ. ഇനി അടുത്ത കാര്യം കേൾക്കണോ? ഇന്ത്യ. കഴിഞ്ഞ ദിവസം കേൾക്കണം. എല്ലാവരും കേൾക്കണം. 3 പെൺകുട്ടികൾ സുപ്രീം കോടതിയിൽ പോയി. എല്ലാവരും ഇത് കേൾക്കണം. സുപ്രീം കോടതിയിൽ പോയപ്പോൾ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം പറഞ്ഞു? ഞങ്ങൾക്ക് സ്വർഗ വിവാഹം വേണം. അതിനകത്ത് ഒരു മലയാളി പെൺകുട്ടിയും ജസ്റ്റിസ് TY ചന്ദ്രചൂഡ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കാണിച്ചു. അവർ പറഞ്ഞ് ഗ്രീസ ഏറ്റവും അവസാനം ഓർത്തഡോക്സ് സഭ 36ാമത്തെ ലോകരാഷ്ട്ര സ്വർഗ വിവാഹം ഞങ്ങൾക്ക് വേണം. ഗൈ മാരേജ്, ലെസ്ബിയൻ മാരേജ്. ആ സമയത്ത് ഒരു കാര്യം നിങ്ങൾ കേൾക്കണം. അദ്ദേഹം വിചാരിച്ചു ഇനി എല്ലാ രാജ്യത്തും വന്ന് ഇന്ത്യ ജനാധിപത്യ രാജ്യമല്ലോ. ഒപ്പിടാൻ പേന എടുത്തപ്പോൾ ഒരു പാർട്ടിക്കാരെ നമ്മൾ വിമർശിക്കത്തില്ല. BJPയുടെ അറ്റോർണി ജനറൽ എഴുന്നേറ്റ് ജസ്റ്റിസിനോട് പറഞ്ഞ ശമ്പളം തരുന്നത് പെൺപിള്ളാരല്ല, ഞങ്ങളാ സാറേ. ഇത് ഇന്ത്യ ആർഷഭാരതമാ. ഇവിടെ ഒരു കല്യാണമേ ഉള്ളൂ. സ്ത്രീക്ക് പുരുഷൻ, പുരുഷന് സ്ത്രീ. ബില്ല് മാറ്റാൻ പറഞ്ഞു. സ്വോത്രം. അതുകൊണ്ട് ആ ബില്ല് മാറ്റി. അതിലൊരു പെൺകുട്ടി ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ അവൾ 1 മാസം മുന്ന് ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ ഇരുന്ന് പറയുമെന്ന് ചർച്ചയ്ക്ക്
ഇനി ഞങ്ങൾ അപ്പീൽ പോകുന്നു. ചേട്ടന്മാരും ചേച്ചിമാരും കേട്ടോ, അമ്മണി ചേച്ചി കേക്ക്. അകത്തിരിക്കുന്ന പിച്ചാത്തിനെയും കർത്താവ് എടുക്കത്തില്ല. അമ്മണി ചേച്ചി അരകല്ലിൻ്റെ അവിടെ ഉള്ളി അരിയാൻ വെച്ച കൊച്ചു പിച്ചാത്തി ഉണ്ട്, അത് കർത്താവ് എടുക്കാൻ പോവുക. ഗ്രില്ലിൻ്റെ ഇടയ്ക്കൂടെ എറിയാൻ പോവുക. സ്വത്രം. കരം ഉയർത്തുന്നവർക്കായി നാടൻ മലയാളം പറഞ്ഞാൽ കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്ന കോഴി. അമ്മണി ചേച്ചിന് പിച്ചാത്തി അടിക്കാല്ല, കൊച്ചു പിച്ചാത്തി എടുത്തറിയും. ലോകം തീരാൻ പോകുന്നു. സ്വത്രം. ഇന്ന് രാത്രി നാട്ടുകാർ കേട്ടോ, അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം. അമേരിക്ക 51 രാഷ്ട്രങ്ങൾ. അവിടെ ബിൽ ക്ലിന്റൺ വന്നു. ഒന്ന് സ്വവർഗ വിഭാഗത്തിന് അനുമതി കൊടുത്തു. സ്വവർഗ വിഭാഗം. ആ സമയത്ത് അമേരിക്കയോട് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പറഞ്ഞു, സാറ് അത് നിങ്ങൾ ചെയ്യരുത്, അത് ദൈവവചനത്തിന് വിരുദ്ധമാ. ആ സമയത്ത് ക്ലിന്റനോട് നാട്ടുകാർ പറഞ്ഞു, ഇത് വേണം. അന്ന് തൊട്ടാ മക്കളെ അമേരിക്ക കാറ്റടി തുടങ്ങിയത്. അതിൻ്റെ പേരാ റീത്ത, കത്രീന, വിൽമ, കാർമി. ഇതെല്ലാം അമേരിക്ക അടിച്ചെന്ന്. സ്വത്രം. എന്താ അമേരിക്കയുടെ കമ്പ്യൂട്ടർ എല്ലാവരും കേട്ടോണോ? അമേരിക്കയിൽ ഒരു എയർപോർട്ടുണ്ട്, കെന്നഡി അന്താരാഷ്ട്ര വിമാനത്താവളം. അവിടെ ആരാ ഉള്ളതെന്നറിയാമോ? നല്ല നാസയുടെ ഒരു റഡാറുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പൊങ്ങുന്ന വിമാനം കമ്പ്യൂട്ടറിലാണ് കാണുന്നത്. ആകാശത്തിലെ സാറ്റലൈറ്റ് വഴി അവരുടെ കമ്പ്യൂട്ടറിൽ വരും. അതിൻ്റെ എഫക്റ്റിൻ്റെ പേരാ ബട്ടർഫ്ലൈ എഫക്റ്റ്. അത്രയും ക്യാമറയാ നാസയ്ക്ക് ലോകരാജ്യങ്ങൾ. എന്നാൽ അത്ര ക്യാമറ വെച്ചിട്ട് ദൈവത്തോട് മറുതലിക്കാൻ തുടങ്ങിയപ്പോൾ അമേരിക്കയിൽ കാറ്റടിച്ചെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, യഹോവയെ മറക്കുന്നവര്, കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി യഹോവയുടെ വചനത്തെ മറുതലിക്കുന്നവരെ ഇത് കേൾക്കണം. യഹോവ നിങ്ങളെ കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകത്തില്ല. സ്വത്രം. അടുത്ത വാക്ക് സ്വത്രം. അമേരിക്കയിലാ അബോർഷൻ ലൈസൻസ്. അതും ബിൽ ക്ലിന്റനാ കൊടുത്തത്. ഇന്ന് കാനഡയിൽ പോയ ലൈവ് കൊടുത്താലും കുഴപ്പമില്ല. ഇവിടെ 2 ചാനലുകാരുണ്ട്. കാനഡയിൽ പോയ പിള്ളേർ പലരും പ്രഗ്നൻസി ആവുന്നു. അപ്പുറത്തോട്ട് മതിലിയാടിയാൽ അമേരിക്ക. അവിടുന്ന് അബോർഷൻ ചെയ്തിട്ട് വരുന്നു. എത്രയാണെന്നറിയാമോ? 7.5 കോടി അബോർഷൻ നടന്നെന്ന് അമേരിക്ക. ഇപ്പോൾ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞുതരാം. ഇവിടെ പഠിക്കുന്നവർ മെഡിക്കൽ സയൻസുകാരും ഉണ്ട്. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ വരെ ഉദരത്തിൽ വെച്ച് കൊല്ലാനുള്ള ലൈസൻസ് അമേരിക്ക കൊടുത്ത. 7 മാസം പ്രായമുള്ള കുഞ്ഞിന്. സ്വത്രം. അന്ന് ഇവിടുത്തെ ലോക മത നേതാക്കൾ അമേരിക്കയോട് പറഞ്ഞു, ദൈവത്തിൻ്റെ ന്യായവിധി വരാൻ പോകുന്നു. അന്ന് തൊട്ട അമേരിക്കയിൽ ബാങ്ക് പൊട്ടിയത്. ഇന്ന് രാത്രി 13ാമത് സീനായി കൺവെൻഷൻ നടക്കുമ്പോൾ അമേരിക്കയിലെ 36 ബാങ്കുകൾ പൊട്ടി. ഫസ്റ്റ് ബാങ്ക് അമേരിക്ക, ഇൻവെസ്റ്റ് ബാങ്ക് അമേരിക്ക. നാട്ടുകാർ കേൾക്കട്ടെ, ഓൺലൈനിൽ അമേരിക്കയിലെ ഏറ്റവും വലിയ ബാങ്ക് JP മോർഗൻ. അത് അമേരിക്ക കുത്തുവാളയെടുത്തു. സ്വത്രം. ആരാ ദൈവം? സ്വത്രം. ഇന്ന് രാത്രി യഹോവയോട് മറുതലിച്ചാൽ അമേരിക്ക ഇവർ ന്യായം വിധിച്ചു. യഹോവയുടെ വചനത്തോട് മറുതലിക്കുന്നവരെ ന്യായം വിധിക്കുക. സ്വർഗത്തിന്റെ കയ്യിലൊരു വടിയുണ്ട്. ഇന്ന് രാത്രി ആരാ ഭാഗ്യവാൻ? അയ്യോ, കാട്ടാക്കട ചെമ്പൂർ റബ്ബർ എസ്റ്റേറ്റ് ഉള്ളവരാന്ന് ജോണി പാസ് ഭാഗ്യവാൻ. വില 219. രാത്രി 2 മണിക്ക് മഴ. കര ഉയരുന്നില്ലല്ലോ. സ്വത്രം. റബ്ബറിൻ്റെ വില 219. 2 മണിക്ക് മഴ. നിന്റെ വീട്ടുമുറ്റത്ത് നന്മ ഉണ്ടായാലും വെട്ടാനും പറ്റിയല്ലോ. സ്വത്രം. മറ്റേ ഗൾഫുകാരാണോ ഭാഗ്യവാന്മാർ? അവിടെ പശ്ചിമേഷ്യ യുദ്ധം കൊടുമ്പരി കൊള്ളുന്നു. 4 പേര് മിസൈൽ നൂത്ത് വെച്ചിരിക്കുന്നു. തുർക്കി, സിറിയ, ഇറാനും എല്ലാം കൂടെ. കുഞ്ഞുങ്ങളും ഭാരപ്പെടുന്നു. അമേരിക്ക ബാങ്ക് പൊട്ടുന്നു. ഉക്രൈനകത്ത് റഷ്യ യുദ്ധം നടക്കുന്നു. UK കൊള്ളിവെപ്പ്, കാനഡ മയക്കുമരുന്നും. ആരാ ഇന്ന് രാത്രി ഭാഗ്യവാന്മാർ? കൺവെൻഷൻ കൂട്ടത്തിൽ ഒരു കാര്യം പറയണം. ആരാ ഭാഗ്യവാന്മാർ? ഇന്ന് രാത്രി ഇതിനകത്ത് ഒരു കൂട്ടം ഭാഗ്യവാന്മാരുണ്ട്. എന്താ ഭാഗ്യം? ലംഘനം ക്ഷമിച്ചു, പാപം മറച്ചു. ഇന്ന് രാത്രി കാൽവരി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരത്രേ ഭാഗ്യവാന്മാർ. അവനെ ചേർക്കാൻ യേശു വരാറായി. കാലം മാറിയില്ലേ? സ്വത്രം. അടുത്തത് കേരളം. വായിക്കാം. എന്താ മോനെ? യെശയ്യാ പ്രവചനം. ഇന്നത്തെ കേരളം യെശയ്യാ പ്രവചനം. അതിന്റെ 3-12 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇന്നത്തെ കേരളത്തിലെ കാര്യം വായിക്കാം. എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. വാക്യം കണ്ടോ? എന്റെ ജനം, കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു. സ്വത്രം. പോക്സോ എത്രയായി? 35 കൊല്ലം, 20 കൊല്ലം. കേരളം ലജ്ജിച്ച് തല താഴ്ത്തുക. സ്വന്തം മക്കളെ പീഡിപ്പിക്കുന്ന അപ്പന്മാർ ഇവിടെ. കേരളം. കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നില്ലയോ? സ്ഥാനത്തിന് വേണ്ടി 9 മാസവും 9 ദിവസവും നൊന്ത് പ്രസവിച്ച പെമ്മക്കളെ വിറ്റ് കാശ് മേടിക്കുന്ന കേരളത്തിലെ അമ്മമാർ. കര ഉയർത്തിയാട്ട് മക്കളെ. കാലം തീരാറായോ? ദാണ്ടേ ഇന്നത്തെ പീഡനം, കുട്ടികളുടെ പീഡനം ഇതൊരു വലിയ കാലമായി കഴിഞ്ഞു. ബൈബിളിനകത്തുണ്ട്. അടുത്ത വാക്ക് വായിച്ചാട്ടെ. എന്റെ ജനമോ സ്ത്രീകൾ അവരെ വാഴുന്നു. സ്ത്രീകൾ അവരെ വാഴുന്നു. അഥവാ
ഇന്നത്തെ നിയമം മൊത്തം സ്ത്രീകൾക്ക് അനുകൂലം. അന്ത്യകാലമായി സ്ത്രീകൾ അവരെ വാഴ്ന്നു. എന്റെ ജനം, നിന്നെ നടത്തുന്നവർ, കരമുയർത്തുന്നവർക്കായി നിന്നെ നടത്തുന്നവർ. ഇന്നത്തെ നിയമങ്ങൾ മുഴുവൻ ഇന്നത്തെ ജനത്തെ വഴിതെറ്റിക്കുന്നു. സ്വത്രം. കാര്യം റെഡിയായില്ലയോ? അടുത്തുകൂടെ പറഞ്ഞുതരാം. ഈ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. സമയം ജർമ്മനിയിലാണ്. എല്ലാവരും കേൾക്കണം. കർത്താവ് ലോകത്തെ തീർക്കാൻ പോവാ. എന്താ? ജർമ്മനിയിൽ നിന്നൊരു വീഡിയോ. ഒരു ചേച്ചി 44 വയസ്സ്, ചേട്ടൻ 48കാരൻ മരിച്ചു, 24 വയസ്സുള്ള മോൻ മരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരി ജർമ്മനി കോടതി ചെന്നിട്ട് പറയാന്ന്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, ഈ മകനെ എനിക്ക് ഭർത്താവായി തരണം. യെസ്റ്റർഡേ ഹി ഈസ് മൈ സൺ, ടുമാറോ ഹി ഈസ് മൈ ഹണി. ആ കിടക്കുന്നു ജർമ്മനി. തീരുവമ്മ, ഈ ലോകം തീരാൻ പോവാ. നിയമമെല്ലാം മാറിക്കഴിഞ്ഞു. തീർന്നില്ല. അടുത്തത് ഇന്നത്തെ തിരുവനന്തപുരം പട്ടണം. ബൈബിളിലുണ്ടോ? കൊലപാതകങ്ങളെല്ലാം വരും. വായിക്കാം. മർക്കോസ് 13:12. He will take it the land order. മർക്കോസ് 13:12. സഹോദരൻ സഹോദരനെയും അപ്പൻ മകനെയും. മലയങ്കീഴ് തൊട്ടടുത്ത് മേപ്പോക്കൂടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാ കുടിച്ചിട്ട് വന്നേ അപ്പൻ മകനെ കൊന്നു. സഹോദരന്. എന്താ കൊലപാതകം? കണ്ടില്ലേ മക്കളെ ഇന്നത്തെ കൊലപാതകം? കഴിഞ്ഞ ദിവസം തൃശ്ശൂര് റെയിൽവേ ട്രാക്കിനകത്ത് 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഷോപ്പിംഗ് ബാഗിനകത്ത് ഞെരിച്ചു വന്നിട്ടിരിക്കുന്നു. മലയാളി. കരം ഉയരുന്നില്ലല്ലോ സഹോദരങ്ങളെ. വായിച്ചില്ലേ? തൃശ്ശൂര് ഒരു കുഞ്ഞിന് വേണ്ടി KJKയിൽ 4-5 ക്രെഡൻസി ചെന്ന് 8 ലക്ഷം രൂപ കൊടുത്ത് ക്യൂ നിൽക്കുക ഒരു കുഞ്ഞിനെ കിട്ടാൻ. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കണ്ടില്ലേ? ഒരു കുഞ്ഞിനെ കൊന്നിട്ട് ആമസോണിന്റെ ബാഗ് മേളിൽ നിന്ന് എടുത്ത് എറിഞ്ഞു സ്വന്തം അമ്മ. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വീണ്ടും എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു കുഞ്ഞിനെ 2 അമ്മയും കൂടെ കതവിന്റെ കീഴിൽ വെച്ച് ഞെരിച്ച് എന്നിട്ട് പറഞ്ഞ് കതവ് കയറിയതാണ്. കളമശ്ശേരിക്കാർ വിട്ടില്ല. അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ കാര്യം പിടി കിട്ടി അവർ ഞെക്കിയതാന്ന്. അവർ 2 പേരും ജയിലിലാക്കി. 1 കാത്തിരുന്നു, വന്നില്ല. 30 ദിവസം കഴിഞ്ഞ് കളമശ്ശേരി സെമിത്തേരി അടക്കാൻ പോയി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ, പോലീസുകാരാവട്ടെ, കഠിന ഹൃദയരാവട്ടെ, ആ കുഞ്ഞിന്റെ മുഖം കണ്ടിട്ട് ആ കൊച്ചു ശവപ്പെട്ടി ഇടാൻ ഒരു കളിപ്പാട്ടം ഇട്ട് കൊടുത്തു. ലോകം എവിടം വരെ എത്തി? കരമുയർത്തുന്നവർക്കായി. സ്വത്രം. തിരുവനന്തപുരം ജില്ല പൂവാർ പഞ്ചായത്ത് സെക്രട്ടറി, എൻ്റെ സുഹൃത്ത്, അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരിക്കൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ എന്നെ വിളിച്ചിട്ട് അവർ CSI-ക്കാർ അവരെന്നെ വിളിച്ചിട്ട് പറയും, ഭാഷ കർത്താവ് വരാറായെന്ന്. ഞാൻ പറയും, സാറ് എന്തോ ദർശനമല്ലോ കിട്ടിയെന്ന്. അപ്പോൾ പറയാം 3 ലക്ഷം രൂപയ്ക്ക് സ്വന്തം കുഞ്ഞിനെ പൂവാറി വെച്ച് ക്യാഷ് മേടിച്ച് അപ്പനും അമ്മയും. സ്വത്രം. ഇതാ കിടക്കുന്നു. അടുത്തത് ഇവിടെ തൊട്ടടുത്തൊരു മലയോ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. 36കാരൻ ദീപു, അവൻ്റെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ ചൂടാറ്റുകൊട്ടക്കാരൻ. അവ എവിടെ കൊണ്ടുവന്നറിയാം? കളിക്കാവള. അജിബ്രദൻ അറിയാം. ഞാൻ അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം. പച്ചയ്ക്ക് 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി കഴുത്തറുത്ത് മാറ്റി. വാർത്ത വായിച്ചവർ മാത്രം കരമുയർത്ത്. സ്വത്രം. മലയങ്കാരൻ ദീപു, അവൻ്റെ കൂട്ടുകാർ. കഴിഞ്ഞ ദിവസം ഞാൻ മലമുകളിൽ പ്രസംഗിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ സുഹൃത്തുക്കളെ, ഇവിടെ വളരെയധികം സുഹൃത്തു പോലെ, അവരെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പാസ്റ്ററേ, ഞങ്ങളോട് 10 ലക്ഷം രൂപ ചോദിച്ചിരുന്നേ, ഞങ്ങളുടെ വണ്ടിയെങ്കിലും പണയത്തി വെച്ചവന് കൊടുത്തേനെ, ഞങ്ങളുടെ സഹോദരനെ കഴുത്തറത്തു. മലയം ദീപു. ഇതെല്ലാം മനസ്സിലാക്കണം. ബൈബിള് ശരിയായോ? സഹോദരനെയും കരമുയർത്തിക്കാട്ട്. അന്ത്യകാലമായോ? അപ്പൻ മകനെയും മലയങ്കീഴി. അടുത്ത വാക്ക് വായിച്ചാട്ട് മോനെ. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ ദാണ്ട് എത്ര ദിവസത്തെ പത്രവാർത്ത. ആകാരം വിളമ്പി വെച്ച അമ്മയെ മയക്കുമരുന്ന് കഴിച്ചിട്ട് വന്ന മകൻ കഴുത്തറത്തു. തൃശ്ശൂർ. തീർന്നില്ലേ? സ്വത്രം. തിരുവനന്തപുരത്ത് നിങ്ങൾ ഇറങ്ങുന്ന കിഴക്കേക്കോട്ട സിറ്റി ലോഡ്ജ് രാവിലെ റിസപ്ഷനിസ്റ്റ് നെടുമങ്ങാട്ടുകാർ 36 വെട്ടി ആ പീസാക്കിയത് രാവിലെ. ഇതൊക്കെ കാണണം. നല്ല കാലം തീർന്നില്ലയോ? ഒരാഴ്ച വട്ടത്തേക്ക് അവന്റെ കരങ്ങൾ ഭരണം വരാൻ പോകുന്നു. ബൈബിളിനകത്തുണ്ടോ? നല്ല കാലമാണോ? വായിക്കാം. ദാനിയേൽ 9:27. അവന്റെ ഭരണം വരാൻ പോകുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം. അവൻ ഒരാഴ്ച വട്ടത്തേക്ക് പലരോടും നിയമത്തെ കഠിനമാക്കും. കിടക്കുന്നു. 7 വർഷം അവന്റെ ഭരണം വരാൻ പോകുന്നു. നിയമത്തെ കഠിനമാക്കും. അങ്ങനെ ഒരു ഭരണം ഇവിടെ വരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി ഈ കാലത്തെ പറ്റി ബൈബിൾ എന്ത് പറയുന്നു? ഇടവേളയിലേക്ക് പോകാം. എഫെസ്യ ലേഖനം 5:15-16 വാക്യം. എല്ലാവരും ഈ വാക്യം മുൻ വായിക്കുന്നെടുത്താട്ട്. എഫെസ്യ ലേഖനം 5:15-16 വാക്യങ്ങൾ വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ. സീനായി കൺവെൻഷനിൽ ഇന്ന് രാത്രി ഈ വാക്യം
ആകയാൽ സൂക്ഷ്മത്തോടെ അടുത്ത അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് എത്രേ നടക്കുവാൻ നോക്കുവിൻ. ഈ 13ാമത് കൺവെൻഷൻ ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകയാൽ അക്കരമൊന്ന് ഉയർത്തിയട്ടെ. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുക. കരമുയർത്തുന്നവർക്കായി ഒരുവന്റെ ഭരണം ഇവിടെ വരാൻ കാലമായി. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവേ. എന്നാൽ അവൻ ഇവിടെ ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഇന്ന് രാത്രി സീനായി കൺവെൻഷൻ പറയുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും. കരമുയർത്തുന്നവർക്ക് അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനത്തിന്റെ പ്രഭുവായി രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി സീനായേ നാട്ടുകാരെ ഒരിക്കൽ കൂടി മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. കരമുയർത്തുന്നവർക്ക് നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട 1 കാലില്ല 1.5 യേശുവിന്റെ ഏകനാമം. ഇന്ന് രാത്രി ആ നാമത്തെ വിശ്വസിച്ചാൽ നിത്യത നിനക്ക് പകരുവാൻ രാജാക്കന്മാരുടെ രാജാവായി യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ഒരേകലോക ഭരണം, വിവാഹമില്ലാത്ത കാലം, മനുഷ്യനെ കൊല്ലുന്ന കാലം, കുഞ്ഞുങ്ങളെ ഞെരിച്ചു കൊല്ലുന്ന കാലം, നൊന്ത് പ്രസവിച്ച മകനെ ഭർത്താവായി ചേർക്കുന്ന കാലം, ഇതെല്ലാം ഇവിടെ വരാറായെങ്കിൽ ഇന്ന് രാത്രി ഒരു ഭരണം ഇവിടെ വരാൻ പോകുന്നു. ആ ഭരണം വരുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ കഴുകൽ പ്രാപിച്ച കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ലോകരും മാറും, ലോകക്കാരും മാറും. കാൽവറി ദർശനം കണ്ടവനെ കാക്കുവാൻ അന്ത്യം വരെ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കുഞ്ഞുങ്ങൾ പാടിയ നല്ല ഗാനത്തിനായി സ്തോത്രം. 2 വാക്യങ്ങൾ കൂടെ വായിച്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ബാക്കി നാളെ ദാനിയേൽ 8:23, 24, 25 അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായ ബുദ്ധിമുള്ള രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ കേട്ടു, ഹി വിൽ ടേക്ക് ദ ലാൻഡ് ഓർഡർ. ഒരാഴ്ച വട്ടത്തേക്ക് അവൻ നിയമത്തെ കഠിനമാക്കും. 2 കാര്യം കൂടെ അവൻ ചെയ്യും. അത് പറഞ്ഞ് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. വായിക്കാം ദാനിയേൽ 7:7-8 വാക്യങ്ങൾ. 10 കൊമ്പിലേക്ക് വായിക്കാം. ദാനിയേൽ 7:7-8 വാക്യങ്ങൾ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4മതൊരു മൃഗത്തെ കണ്ടു. അതാ തകർന്നു പോയ റോമാ സാമ്രാജ്യം മടങ്ങി വരും. അടുത്ത വാക്ക്, അതിന് വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു. അത് തിന്നുകയും തകർക്കുകയും ചെയ്ത് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ഇന്നത്തെ ഭരണകൂടങ്ങളെ മുഴുവൻ അവൻ തകർത്ത് കളയും. അതാ അന്ത്യദിനം. ഇന്നത്തെ ഭരണങ്ങൾ തകരും. അതുകൊണ്ടാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്റ്റേജിൽ പാടും, ഭരണകൂടങ്ങൾ തകരുന്നു, കടലിൻ മുഴക്കം കേൾക്കുന്നു. ഇതെല്ലാം ക്ലിയറാ. ബാക്കി അതിന്റെ നാളെ നിങ്ങൾക്ക് പറയുമ്പോൾ ക്ലിയർ ആവും. അടുത്ത വാക്ക് വായിച്ചിട്ട് മോനെ. മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച്. ഈ മൃഗം എന്ന് പറയുമ്പോൾ പലർക്കും സംശയം വരും. മൃഗം എന്ന് പറഞ്ഞാൽ ഭരണാധികാരിയാ. അതാ വിശുദ്ധ ബൈബിൾ മൃഗത്തെ ഭരണാധികാരി. അടുത്തത് സകലം. ഇത് വ്യത്യാസമുള്ളതായിരുന്നു. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കരമുയർത്താം. റോമാ സാമ്രാജ്യം മടങ്ങി വരും. സ്വോത്രം. അതിൻ്റെ കയ്യില യൂറോപ്പിലേക്ക് ഭരണം വരും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അവിടെ കുടിയേറുന്നതിൻ്റെ ഭാഗമാണ്. നാളെ രാത്രി ഷെങ്കൻ വിസയൊക്കെ പറയാം 29 രാജ്യങ്ങളിൽ പോകുന്നത്. ഇതെല്ലാം ബൈബിളിലുണ്ട്. അങ്ങനെയെങ്കിൽ 10 കൊമ്പുണ്ടായിരുന്നു. മുമ്പേ കണ്ട വായിച്ചാട്ട് മോനെ. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു. അതാ ചെറിയ കൊമ്പ്. അതിനാൽ വായിച്ചാട്ട് മോനെ. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 വേരോടെ പറഞ്ഞു പോയി. ഇന്ന് ലോകത്തെ 3 ഭരണമാ. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, നാട്ടുകാർ കേൾക്കണം. 1 രാജകീയ ഭരണം ഗൾഫ് രാജ്യങ്ങൾ. 2 ജനാധിപത്യ ഭരണം ഇന്ത്യ അടക്കം. 3 ഏകാധിപത്യ ഭരണം. എവിടെ? ചൈന ഷീ ജിൻപിങ്, റഷ്യ വ്ളാഡിമിർ പുടിൻ, കൊറിയ കിം ജോങ്. ഇവരെല്ലാം വീഴും. ഇത് 3 വീഴണമെങ്കിൽ ഇവിടെ കോവിഡ് വന്നാൽ വീഴത്തില്ല, മങ്കി പോക്സ് വന്നാൽ വീഴത്തില്ല, ചുഴലിക്കാറ്റ് വന്നാൽ വീഴത്തില്ല. ഇതിവിടെ വീഴണമെങ്കിൽ ഒരു സംഭവം നടക്കണം. അതിൻ്റെ പേരാ സാമ്പത്തിക മാന്ദ്യം. കരമുയർത്തുന്നവർക്കായി സ്വത്രം. അതാ കോവിഡ്. എല്ലാ രാജ്യങ്ങളും വെള്ളത്തിലെ കുമിള പോകൂല. അങ്ങനെയെങ്കിൽ ഇത് വീഴും. ഇനി 2 ബേസ് സയൻസ് ഒരു വാക്യം കൂടെ പറയുമ്പോൾ എന്ന് നിർത്താം. ആ കൊമ്പിൽ വായിച്ചാട്ട് മോനെ. ഞാൻ കണ്ട ആ കൊമ്പിൽ ദാനിയേലിന്റെ 8ാമത്തെ വാക്യം. ആ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ
കണ്ണ് വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. മനുഷ്യന്റെ കണ്ണ് അവിടെ നിർത്തിയേക്കണം. വായ ഒന്നുകൂടെ വായിച്ചു വേണം. മനുഷ്യന്റെ കണ്ണ് അതാ ലോകം മുഴുവൻ ഒരുവന്റെ കയ്യിൽ വരുന്നു. വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. ഇനിയുള്ള ടെക്നോളജി പറയാം. ഇന്നത്തെ നിങ്ങളുടെ മൊബൈലിൽ ഹലോ ഹലോ പറഞ്ഞാൽ സംസാരിക്കുന്നത്, ആ കോൾ മാറാൻ പോകുന്നു. ഇന്നത്തെ റിലയൻസ് ജിയോ 100 GB കൊണ്ടുവരുമ്പോൾ നിങ്ങൾ അതേ മൊബൈൽ കമ്പനിയുടെ നെറ്റ്വർക്കെങ്കിൽ ക്യാമറ ഓൺ ചെയ്താൽ തങ്ങളിൽ കാണാം. കരമുയർത്തുന്നവർക്കായി റെഡിയാവുക. റിലയൻസ് ക്ലൗഡ് കഴിഞ്ഞ ദിവസം വന്നത്, അതുകൊണ്ടായി പ്രസംഗം എടുത്തത്. 100 GB നിങ്ങളുടെ സിസ്റ്റം മുഴുവൻ മാറുന്നു. ലോകത്തിലെ കാര്യങ്ങൾ 1 മിനിറ്റ് കൊണ്ട് വിരൽത്തുമ്പിൽ. അടുത്തത് നിങ്ങളുടെ ടച്ച് ഫോൺ. നിങ്ങൾ BSNL ഒരാളെ വിളിക്കുമ്പോൾ വീഡിയോ കോൾ വേണ്ട. നിങ്ങൾ നമ്പർ ഡയൽ ചെയ്ത് 5G ആയി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയിൽ കൂടി നോക്കിയാൽ വീഡിയോ കോളും വേണ്ട, മെസ്സഞ്ചർ കോളും വേണ്ട, വാട്സപ്പ് കോളും വേണ്ട, വോട്ടിംഗ് കോളും വേണ്ട, ട്വിറ്റർ കോളും വേണ്ട. തങ്ങളിൽ മുഖാമുഖം കാണാം. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ലോകം ഒരു നെറ്റ്വർക്ക്. കഴിഞ്ഞ ദിവസം ദീപാവലിയിൽ റിലയൻസ് ജിയോ കൊണ്ടുവരുന്നു. ഒരു മൊബൈൽ 100 GB HD ക്ലൗഡ്. സകല കാര്യങ്ങൾ ഒരുവന്റെ കയ്യിലെത്താൻ പോകുന്നു. അങ്ങനെയെങ്കിൽ എന്താ മനുഷ്യന്റെ കോൾ? എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരെയും തങ്ങളിൽ കാണുമോ? പഴയ കാലത്ത് ഇവിടെ നമുക്ക് വിളപ്പിൽശാല എടുക്കാം. ഒരു അച്ചായനും അമ്മമ്മ 2-3 മിനിറ്റ് കൊണ്ട് അത് കേട്ടോണം. സയൻസ് പണ്ട് അവരുടെ ട്രങ്ക് കോളായിരുന്നു. 99, 98 കാലത്ത് 2-3 നമ്പറേ ഉള്ളായിരുന്നു. അപ്പം തങ്ങളെ അങ്ങോട്ട് കാട്ടാക്കട, വിളപ്പിൽശാല, കട്ടിച്ച് പോയ തിരുവനന്തപുരം. ഇൻ്റർ കോളുകളൊന്നും പോകത്തില്ല 98, 99 കാലം. അപ്പം ഈ വിളപ്പിൽശാലയിൽ അച്ചായൻ്റെ അമ്മാമ്മയുടെ കുഞ്ഞുങ്ങളെവിടെ ആയിരുന്നെന്നറിയാമോ? മസ്കറ്റിലായിരുന്നു, സലാലയിൽ. അന്ന് അച്ചായനൊരു താല്പര്യം ഇടയ്ക്ക് വിളിക്കണമെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾ പറഞ്ഞ് നമ്പർ തരാം അവിടുത്തെ. വൈകിട്ട് ഇന്ത്യൻ സമയം ഒരു 7:30 ആകുമ്പോൾ വിളിച്ചാൽ ഞങ്ങൾ ജോലി കഴിഞ്ഞ് വരും. ആ കൊച്ചുങ്ങൾ പറഞ്ഞു അച്ചായൻ ഇവിടെ നേരെ വിളപ്പിൽശാലയോ പേയാട് എക്സ്ചേഞ്ചിലോ പറയും എനിക്കൊരു ട്രങ്ക് കോൾ വേണം മസ്കറ്റിലേക്ക്. അവർ പറയും ഞങ്ങൾ വെള്ളയമ്പലത്ത് പറഞ്ഞേക്കാം. അവർ ഈ ടൈം ബുക്ക് ചെയ്ത് കണക്ട് ചെയ്ത് തരും. വെള്ളയമ്പലത്ത് നിന്ന് കണക്ട് ചെയ്യും. അതിന് തൊട്ട് മുമ്പ് എക്സ്ചേഞ്ചിൽ നിന്ന് വിളിക്കുക, അച്ഛാ ദാ ഫോൺ വരുന്ന മസ്കറ്റുമായിട്ട് സംസാരിക്കാം. അന്നത്തെ ഫോണിൻ്റെ പ്രത്യേകത എത്ര? 6 കിലോ വെയിറ്റാ ഫോണ്, 4 കിലോ താഴെ, 2 കിലോ റിസീവർ. വിശ്വസിക്കുന്നവർക്കായി സ്വോത്രം. മണി അടിച്ചു കഴിഞ്ഞാൽ പേയാട് സ്കൂളിൽ കാണിക്കുന്ന മണിയടിയ സ്വോത്രം. അച്ചായനും അമ്മമ്മയും 6 മണി തൊട്ട് കാത്തിരിക്കും ഇൻ്റർ കോൾ വരുന്ന സ്വോത്രം. ആ സമയത്ത് എന്തോ ചെയ്യുമെന്നറിയാമോ? നേരെ ഒരു കാര്യം ചെയ്യും. എന്താ ചെയ്യുന്നതെന്നറിയാമോ? എന്താ കോള് വരും. പടപട അച്ചായൻ ചാടിയെടുക്കുക. അമ്മ പറഞ്ഞ് കോള് വന്നെന്ന്. അച്ചായൻ ആ 2 കിലോ വെയിറ്റുള്ള റിസീവർ ഇത്രയുണ്ട് എടുത്തിട്ട് ഒരു വിളിക്കും വിളപ്പിൽശാല. ഹലോ, ജോസ്മോനാണോ സലാലയെന്ന് ഒറ്റ വിളി. 6 വീട്ടുകാരും കേൾക്കും. അപ്പുറത്തെ തോമാച്ചൻ ചേട്ടൻ്റെ പട്ടിയും കുറയ്ക്കും. സ്വോത്രം. അത്രയും ഫോൺ സൗണ്ടായിരുന്നു. അന്തക്കാലം മുടിഞ്ചാച്ച്. ഇന്ന് നെറ്റ്വർക്ക് 14 ഇഞ്ച് ഒരു ലാപ്ടോപ്പും ഭിത്തി 2 ചെകുത്താൻ്റെ മുള്ളും. അച്ചായനും അമ്മമ്മ എത്ര ക്ലിയറായി സ്വോത്രം. വൈകിട്ട് 6:30 മസ്കറ്റിലാന്ന് ഒരു മെസ്സേജ് വാട്സപ്പ് കൊടുക്കുക. നമുക്ക് ഒരുമിച്ച് ക്യാമറ വരാൻ സംസാരിക്കാം. പണ്ട് ഫോൺ ചെയ്യുമ്പോൾ അച്ചായനോട് ചോദിക്കുക എന്ത് കഴിച്ചു? അച്ചായൻ പറയും കട്ടൻ ചീനിയുണ്ട്, കാന്താരി ഞെവിടിയതുകൊണ്ട്. കാലം മാറി, കഥ മാറി സ്വോത്രം. അതൊക്കെയായിരുന്നു. ഇന്ന് ചോദിച്ചാൽ അച്ചായൻ അങ്ങോട്ട് ചോദിക്കും മക്കളെ ഇന്നെന്തുവാ സ്പെഷ്യൽ? അന്നേരം മരുമോൾ മസ്കറ്റിൽ നിന്ന് കാണിക്കും ചിക്കൻ പൊരിച്ചതും നല്ല കൊക്കക്കോളയും. അപ്പോൾ അച്ചായനോടും മമ്മിയോടും ചോദിക്കും പപ്പ മമ്മി നിങ്ങളുടെ സ്പെഷ്യൽ എന്തോ? ഞങ്ങൾക്ക് ഇച്ചിരി ഷുഗർ കൂടുതലുണ്ടായിരുന്നു. SP പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഗോതമ്പ് കഞ്ഞി ഉപ്പ് വാങ്ങിയാൽ മതി എന്നതായിരിക്കുന്നു മേശപ്പുറത്ത്. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. അതിനാസ്പദമായി ഇന്ന് മുഴുവൻ നെറ്റ്വർക്കിൽ വന്നു. അതിനാസ്പദമായി കോവിഡ് എല്ലാം മൊബൈലിലായില്ലേ സ്വോത്രം. കുഞ്ഞുങ്ങളെല്ലാം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും പഠിക്കില്ലേ? സ്കൂൾ അടച്ചപ്പോൾ കൊച്ചുങ്ങളോട് ചോദിച്ചാൽ മതി. ഫേസ് ആപ്പ്, മറ്റേ ഗൂഗിൾ ആപ്പ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഗൂഗിൾ മീറ്റ്, സ്കൂൾ മീറ്റ്, സകല മീറ്റ് ഇന്ന് പിള്ളേർ. പണ്ട് ഒരു കുഞ്ഞുങ്ങൾക്ക് ആരും മൊബൈൽ കൊടുക്കത്തില്ല. അന്ന് ടച്ച് ഫോൺ. സ്കൂൾ അടച്ചപ്പോൾ ചാർജ് ചെയ്ത് അമ്മമാർ കൊടുത്തു. ഓൺലൈൻ എല്ലാവരും പഠിച്ചില്ലേ? നല്ലോണം നിന്നാൽ നിങ്ങൾക്ക് നല്ലത്. ഇല്ലേ അപ്പനെ അമ്മയെ ആപ്പ് കയറ്റാൻ പിള്ളേർക്കറിയാം സ്വോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ தமிழ்நாடு இந்த நாள்களில் நான் சொல்கிறது உலகத்தின் முடிவும் கடைசி கால செய்திகளும் குமரி மாவட்டத்துக்கு பேசுகிறது. அங்கே அருமையான ஒரு ஜெனரல் கன்வென்ஷன் போடி இருக்குது. 3 நாட்களில் நான் பேசி உலகத்தின் முடிவும் கடைசி கால செய்திகளும். அந்த யோகத்தை முடிஞ்சாச்சு. தலைமை போதகரிடம் வீட்டுக்குள்ளே வந்திருக்குது. நான் வந்திருக்குது. அவர்கிட்ட கேட்டிருக்குது ஐயா கொஞ்சம் சீனி போடாத டீயை கொடுக்குங்க, நல்ல ക്ഷീണം இருக்குது. അപ്പോൾ ഞാൻ ടീ കുടിക്കാതിരുന്നപ്പോൾ தலைமை போதகருக்கு 85 വയസ്സുണ്ട്. 85 വയസ്സ്. കൈ പറയ്ക്കുന്ന അപ്പം
അപ്പച്ചേ. ഞാൻ നോക്കിയപ്പോൾ 14 ലാപ്ടോപ്പ് ഇട്ട് രാത്രി 10:15 കുത്തുന്നു. സ്വോത്രം. എൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ച് സാമ്പാറിനകത്ത് മല്ലിയില കിടന്നാൽ ഞാൻ എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കുന്ന ഒരാളാണ്. ഞാൻ ചോദിച്ചു, അയ്യാ നൈറ്റുക്ക് യാർക്കിട്ട് കൂപ്പിടുത്? അപ്പം പറഞ്ഞു, അയ്യാ ஊழியக்கார என் சின்ன பிள்ளை வந்து UK നേഴ്സ് ആയിരിക്കുന്നത്, അവൾ ജോലി മുടിഞ്ചാച്ച് വന്നു എന്ന് ഞാൻ ഓൺലൈനിൽ ഞങ്ങൾ ചാറ്റ് ചെയ്യാം. 85 അപ്പച്ചൻ കൊച്ചുമോളുമായിട്ട് ചാറ്റ് ചെയ്യുന്നത് കാലം തീരാറായി. സ്വോത്രം. ആ സമയത്ത് ഞാൻ അപ്പച്ചനോട് ചോദിച്ച് പൈസയൊക്കെ തരുമോ? അയ്യോ മാസത്തേക്ക് തൂട്ട് അവൾ തരുമെന്ന്. സ്വോത്രം. എത്ര ക്ലിയർ. 85 അപ്പച്ചൻ. ഞാൻ ചോദിച്ച്, അയ്യാ ഇതെങ്ങനെ പഠിച്ചു ഉങ്ങളീ ലാപ്ടോപ്പ്? അപ്പോൾ പറയും, കോവിഡ് കാലം ചർച്ചെല്ലാം പൂട്ടിയിരിക്കുന്നത്, പിള്ളേകളെല്ലാം എന്നെ പഠിപ്പിച്ച് ഞാൻ സൂമിൽ കൂടെ അരുമயான செய்தியை കൊടുത്ത് இந்த നാൾക്കളിൽ ഞാൻ അരുമயான ലാപ്ടോപ്പ് ഉപയോഗിക്കുന്ന 85 അപ്പച്ചൻ മാറ്റി പഠിച്ചൊക്കെ തലവറയ്ക്കുന്ന അപ്പച്ചൻ. സ്വോത്രം. കാര്യം ക്ലിയറായില്ലയോ? സകലരെയും കാണും. റിലയൻസ് 100 GB ദാ വരുന്നു. ഇനി നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്താൽ റിംഗ് കോളിനപ്പുറത്ത് വീഡിയോ ഞെക്കിയാൽ മൂങ്ങോടും ദാ കടുവാക്കോണും മണലിൽ കൂടെ നടക്കുന്നത് മൊത്തം കാണാമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആയില്ലയോ? പഴയ മൊബൈലെല്ലാം മാറിയില്ലയോ? ഇന്ന് ക്യാമറ ഇല്ലാത്ത മൊബൈലുണ്ടോ? 9G വരാൻ പോകുന്നത്. അത് പ്രസംഗിക്കാൻ സമയമുണ്ട്. ഞാൻ 3 ദിവസം നിന്ന് പ്രസംഗിച്ചാൽ 9G കൂടെ. 9G വരാൻ പോകുന്ന സകലരെയും കാണും. ആ കണ്ണുകളിൽ മനുഷ്യൻ്റെ കണ്ണ് പോലെ കണ്ണ്. അതാ കോവിഡിൻ്റെ മറവിൽ നമ്മുടെ മൊബൈൽ, നിങ്ങളുടെ വാക്സിൻ്റെ മറവിൽ നിങ്ങളുടെ മൊബൈൽ നമ്പരും മെയിൽ ID മുഴുവൻ അവൻ്റെ കൈ പോയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകല മനുഷ്യനെ അവൻ കണ്ണുകൊണ്ട് കാണും. ഇന്ന് രാത്രി ഒരു മരണം വന്നാൽ അവൻ സകല മനുഷ്യനെ കാണും. അതിനാസ്പദമായി റിലയൻസിന്റെ 100 GB ഇവിടെ വന്നെങ്കിൽ താമസമിന ഒരുവൻ ഭരണത്തിൽ വന്നാൽ അവൻ ക്യാമറയിൽ കൂടി സകലരെ കാണുന്ന കാലം. എന്നാൽ ഇന്ന് രാത്രി ചങ്കിലെ ചോരയാൽ കടികൾ പ്രാപിച്ച ദൈവമക്കൾ പറയണം, അവന്റെ കണ്ണ് ഞങ്ങളെ കാണുന്നതിന് മുമ്പ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ തന്റെ സഭയെ ചേർക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ വരും. ദേശമേ കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. അവനടുക്ക വാതിൽക്കൽ. അടുത്തത് വമ്പ് പറയുന്ന വായ്. ആ ഭാഗവും ഒന്നുകൂടെ പറഞ്ഞ് ഇന്ന് നിർത്താം. എന്താ വമ്പ് പറയുന്ന വായ്? ഇന്നെല്ലാ മൊബൈലിനകത്തും നല്ല ഒരു അങ്കിൾ വന്നു. അതിൻ്റെ പേരാ ഗൂഗിൾ. പണ്ട് നിങ്ങൾ പേയാട് വന്ന് വിളപ്പിൽശാലയോ മേച്ചിറയോ അല്ലെ കാട്ടാക്കടിയോ അന്തിയൂർക്കോണോ മേപ്പൂക്കടയോ ചോദിക്കാൻ വഴിയരികെ നിൽക്കുന്നവരടുത്ത് ചോദിക്കണം. ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച് നല്ലൊരു സാധനം കൊണ്ടുവന്ന് അതിൻ്റെ പേരാ ഗൂഗിൾ. അതിൻ്റെ പ്രത്യേകത എന്താ? ഇന്ന് നല്ല കാര്യമായില്ലേ? ഗൂഗിള് ഇന്ന് മാറി ചാറ്റ് GPT പോയിരിക്കുന്നു. ഗൂഗിളിൻ്റെ പ്രത്യേകത വഴി ചോദിക്കും, കാര്യം പറയും. അതുപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അമ്മമാരോട് പറയുന്നത്, മമ്മിക്ക് ഒരു പുണ്ണാക്കും അറിയത്തില്ല, ഞാൻ ഗൂഗിളിനോട് ചോദിച്ചോളാം എന്ന്. സ്വോത്രം. അപ്പോൾ അവരുടെ മൂത്ത ചേച്ചിയും വന്ന് ചാറ്റ് GPT എല്ലാം ചോദിക്കാം. സ്വോത്രം. മെറ്റ പ്രൊവൈഡഡ് വിത്ത് ചാറ്റ് GPT. ഇതെല്ലാം അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഗൂഗിളിൻ്റെ പ്രത്യേകത എന്താ? ഇന്ത്യക്കാരൻ സുന്ദർപ്പിച്ച ഇതാ ഗൂഗിൾ. മനുഷ്യൻ്റെ സംസാരം കൺവെർട്ട് ചെയ്യും, നിങ്ങളോട് സംസാരിക്കും. ഇവിടെ മത്സരിച്ച ശശി തരൂർ ബഹുമാനപ്പെട്ട MP, അദ്ദേഹം ഇവിടെ വിളപ്പിൽശാല വന്നില്ല. ഒരു ദിവസം ഒരു സഹോദരി എഴുന്നേറ്റപ്പോൾ ഫോൺ വന്നു 0471 നിന്ന്. ഞാൻ ശശി തരൂർ, എനിക്ക് വിലയേറിയ സമ്മതിദാന അവകാശം എന്തോ ചെയ്യണം, കൈപ്പത്തി. അടുത്തത് ഇവിടെ മത്സരിച്ച പന്ന്യൻ രവീന്ദ്രൻ, നിങ്ങളുടെ വീട്ടിൽ വന്നില്ല, വീടും അറിയത്തില്ല. മൂങ്ങോടെ സഹോദരി എഴുന്നേറ്റപ്പോൾ ഒരു ഫോൺ. ഞാൻ സഖാവ് പിന്നെ പന്ന്യൻ രവീന്ദ്രൻ, അരിവാൾ നെൽക്കതിർ. വൈകിട്ട് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്ത ഫോൺ. ഞാൻ രാജീവ് ചന്ദ്രശേഖർ, താമര അടയാളത്തിൽ വോട്ട് BJPക്ക് പിന്തുണ കൊടുക്കുക. കേട്ട എത്ര പേരുണ്ട്? നിങ്ങളുടെ നമ്പരൊന്നും വേണ്ട, ഇതെല്ലാം അവരുടെ കൈ പോയി. സ്വോത്രം. അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ കഴിഞ്ഞ കോവിഡ് കാലത്ത് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല, കിറ്റ് കിട്ടിയില്ലേ? 3:30 നാരായണൻ ചേട്ടൻ വിളപ്പിൽശാല കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മൊബൈൽ 04713300. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളീയർക്ക് ഓണാശംസ നേരുന്നു, കേട്ടവർക്കായി. അത് കഴിഞ്ഞ് ഇന്ത്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ കഴിഞ്ഞ ദിവസം മൻ കി ബാത്ത് അല്ല, മൻ കി ബാത്ത്, മനുഷ്യൻ്റെ മനസ്സ് നല്ല ബാത്ത്. പലരും വിചാരിക്കുന്ന മൻ കി ബാത്താണ്, കുരങ്ങൻ കിള്ളിയാറി കുളിക്കാൻ പോയതല്ല. സ്വോത്രം. മനസ്സ് കീ ബാത്ത്, നല്ല കാര്യം. 8 കോടി പേർ കേട്ടു. ഞാൻ ഞെട്ടിപ്പോയി. 8 കോടി പേരാ. BSNL സോഫ്റ്റ്വെയർ വഴി. ആരുടെ സംസാരം? മോഡി സാറിൻ്റെ സംസാരം. അടുത്ത ശബ്ദം കൺവേർട്ട് ചെയ്യോ? കേൾക്കണം. മോഡി സാർ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്നു. ആരാണ്ട് ഹിന്ദിക്കാരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഡൽഹിയിൽ നിന്നുണ്ടാവും സാറിൻ്റെ കൂടെ. നെയ്ച്ചായി കിസ് ട്രാൻസ്ലേഷൻ ഗോ, ആരും വേണ്ടാന്ന്. അവനൊരു മൈക്കും
ഒരു കമ്പ്യൂട്ടറും എടുത്ത് അനിൽ പാസ് സോഫ്റ്റ്വെയർ കയറ്റുന്നത് പോലെ നേരെ ഒരു മൈക്കും ജാക്കും എടുത്ത് അങ്ങോട്ട് കൊടുത്ത് മോഡി സാർ പറഞ്ഞ് ബായോ ബഹനോ സബ്ലോക്കോമേ വന്ദൻ. പുറത്ത് കേട്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വന്ദനോ ഒന്ന് സ്വോത്രം. പേപ്പർ വായിക്കണം സ്വോത്രം. മോഡി സാർ സംസാരിച്ച മലയാളത്തിൽ കൺവെർട്ട് ചെയ്ത് നിങ്ങൾ സ്വർണം നോക്കിക്കൊണ്ടിരിക്കുക, അവരൊക്കെ രക്ഷപ്പെട്ടു സ്വോത്രം. നിങ്ങളിത് നോക്കിക്കൊണ്ടിരിക്കും. മോഡി സാർ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് ബാക്കിയൊന്നും പറയുന്നില്ല സ്വോത്രം. അന്ന് രാത്രി അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട വന്നപ്പോൾ ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഇതൊക്കെ നിങ്ങൾ കാണണം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ശബ്ദം കൺവേർട്ട് ചെയ്യും. ഇസ്രയേലിൻ്റെ പർവ്വതനിര അവസാന ഭാഗങ്ങളിലേക്ക് ഇസ്രയേലിൻ്റെ പർവ്വതനിരയിൽ ഇന്ന് രാത്രി ഒരു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്യുന്നു. 1000 ഹ്യൂമൻ ബീയിങ് ബ്രെയിൻ സാച്ചുറേറ്റഡ് കമ്പ്യൂട്ടർ ഒലിവുമലയോട് ചേർന്ന്. അതിൻ്റെ പേരാ മെഗിദോ താഴ്വര. അതാ ഇന്ത്യക്കാരൻ സുന്ദർ പിച്ചൈ അതിന് നേതൃത്വം കൊടുക്കുന്നത്. 1000 മനുഷ്യൻ്റെ വേഗശക്തിയാണ് അതിന്. ഇന്ന് എല്ലാവരും കേൾക്കണം, 600 ഭാഷകൾ സോഫ്റ്റ്വെയർ മാറ്റി. 600 ഭാഷകൾ. അതിൽ 2 പേര് ഇപ്പം നമുക്ക് പരിചയമുള്ളവർ ഇസ്രയേലിൻ്റെ സോഫ്റ്റ്വെയർ എടുത്ത് കൺവെർട്ട് ചെയ്തു. എന്താ കൺവെർട്ട്? തമിഴ്നാട്ടിൽ അരുമയാന ഒരു ഊളിയക്കാരനിരിക്കുന്നത് 4 മാവടി. അവർ പേർ വന്ന് മോഹൻ സി ലാസറസ്, തമിഴ്നാട്. അദ്ദേഹം പണ്ട് കേരളത്തേക്ക് ചെയ്തി കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ ടെലികാസ്റ്റിൽ ഒരു മലയാളിയെ ട്രാൻസ്ലേഷൻ വെക്കാറുണ്ട്. അത് മുടിഞ്ചാച്ച്. അവർ 4 മാവടി ഇരുന്ന് തമിഴുക്കുള്ള പേശത് ഇന്നത്തെ ലാപ്ടോപ്പ് വഴി അത് മലയാളത്തിൽ കൊടുക്കുന്നത് മോഹൻ സി ലാസറസ്. പെന്തിക്കോസുകാർ കേട്ടോ. അടുത്തത് വേറൊരു സഹോദരി ഉണ്ട്. ആ സഹോദരിയുടെ പേര് ഇന്ത്യയിൽ വന്നിട്ടില്ല, ജോയ്സ് മേയർ. കേരളത്തിൽ വന്നിട്ടില്ല. അവർ പണ്ട് ഇംഗ്ലീഷിൽ പറയുന്ന മലയാളം അത് മാറി ഇന്ന് പവർ വിഷനിലും ഹാർവസ്റ്റിലും ജോയ്സ് മേയർ മലയാളത്തിൽ സംസാരിക്കുന്നു. ട്രാൻസ്ലേഷൻ വേണ്ട. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി മെഗിദോ താഴ്വരയിൽ നിന്ന് ഗൂഗിളിൻ്റെ ചേട്ടൻ ഇന്നത്തെ സുന്ദർ പിച്ചയുടെ നേതൃത്വത്തിൽ ഒരു സോഫ്റ്റ്വെയർ എടുത്താൽ സാത്താൻ ലോകത്തോട് സംസാരിക്കും. അന്ത്യകാലം. പണ്ട് തിരുവനന്തപുരത്ത് റേഡിയോ നിലയുണ്ടായിരുന്നു സ്വോത്രം. അതിനിവിടെ റേഡിയോ പാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ആ കൊച്ചു റേഡിയോ വന്നത്. വെളപ്പിൽശാല ഉണ്ടായിരുന്നു, കാട്ടാക്കട ഉണ്ടായിരുന്നു, കിള്ളിയിലും ഉണ്ടായിരുന്നു. ചേട്ടന്മാർ വൈകിട്ട് റേഡിയോ പാർക്കിൻ്റെ ചുറ്റും ഇങ്ങനെ ഇരിക്കും, തട്ടുകട ഇരിക്കുന്ന പോലെ. ആരെങ്കിലും കയറി തുറക്കും ഒരു കോളാമ്പി. 5:30 കേ ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്. വയലും വീടും രാമേന്ദ്രൻ്റെ വാർത്ത. 7:30 പൂട്ടാം, കൊച്ചു വീടി അടിച്ചു പാ സ്വോത്രം. അതിൻ്റെ പോലെ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്നത്തെ ഗൂഗിൾ വഴി സത്താൻ സംസാരിക്കും സകല മനുഷ്യരോട്. അവൻ പറയും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്. ഞാൻ പറയാം കർഫ്യൂ, ഞാൻ പറയാം 144. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് വരും. അവൻ്റെ ശബ്ദം നിങ്ങളുടെ കർണപുടങ്ങളിൽ കേൾക്കാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കള് മോഡി സാറിൻ്റെ ശബ്ദം കൺവെർട്ടായി. പിണറായിയുടെ ഓണാശംസ കേട്ടു. ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ സംസാരം നിങ്ങളുടെ മൊബൈൽ കേട്ടെങ്കിൽ, 4 മാവടിയിൽ നിന്ന് മലയാളം കേട്ടെങ്കിൽ, ആന്ധ്രയിൽ കുടയിൽ നിന്ന് ഹല്ലേലൂയ ജോയ്സ് മേയറിന്റെ ഹല്ലേലൂയ ഇംഗ്ലീഷ് മലയാളം സോഫ്റ്റ്വെയർ മാറിയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ ഇസ്രായേലിന്റെ താഴ്വരയിൽ നിന്ന് സാത്താൻ സംസാരിക്കുന്ന നിങ്ങളുടെ മൊബൈലിൽ കേൾക്കാറ്. എന്നാൽ അവന്റെ ശബ്ദം നമ്മുടെ കർണപുടങ്ങളിൽ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം ഈ തലമുറയിൽ മധ്യാകാശത്തിൽ മുഴങ്ങും. അതിന്റെ പേരാ കർത്താവ് തൻ ഗംഭീരനാദം. കരമുയർത്തുന്നവർക്ക് പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്ക്. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ദേശമേ ദേശമേ യഹോവയുടെ വചനത്തെ കേൾക്കാം. കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മധ്യാകാശത്തിൽ മുഴങ്ങുവാൻ കാലമായി. ഇന്ന് രാത്രി എത്ര പേർക്ക് വചനം ഏറ്റെടുക്കുവാൻ കഴിയും? അവരുടെ രാജ്യത്വത്തിൻ്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവ ഉപായബുദ്ധിയുമുള്ള രാജാവ് എഴുന്നേൽക്കും. അവൻ്റെ അധികാരം വലുതായിരിക്കും, സ്വന്തം ശക്തിയാലല്ല. ഇന്ന് രാത്രി ശബ്ദ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ, ഇന്ന് രാത്രി വചനം കേട്ട് മടങ്ങിവ. കാലം തീരാറായി. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായി. ഒരിക്കൽ കൂടി ഇന്ന് രാത്രി 1910 ഏപ്രിൽ മാസത്തിൽ ഒരു കപ്പൽ യാത്രയായി. ആ കപ്പലിൻ്റെ പേരാ ടൈറ്റാനിക് കപ്പൽ. 50,000 ഹോഴ്സ് പവർ ആ കപ്പലിൻ്റെ എഞ്ചിൻ്റെ വേഗത. അതിൻ്റെ അടിയിൽ ഒരു പലകയിൽ എഴുതി വെച്ചു ടൈറ്റാൻ. ടൈറ്റാൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ അവർ വെർട്ടിബ്ര കൊടുക്കുന്ന രാക്ഷസൻ. അതിൻ്റെ അടിയിൽ ഒരു പലകയെ വീണ്ടും കൊത്തി വെച്ച് ക്യാപ്റ്റൻ പറഞ്ഞു, ഗോഡ്
ഓൺ അതർ നെവർ ഡിസ്ട്രോയ് ദ ഷിപ്പ്. ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. 50,000 ഹോഴ്സ് പവർ 5 നിലയുള്ള കപ്പൽ. ആട്ടവും പാട്ടും പോയി 4 ദിവസം. 1910 ഏപ്രിൽ മാസം 14 2221 കിലോമീറ്റർ സതാംപ്ടൺ ലണ്ടൻ ടു ന്യൂയോർക്ക്. ആട്ടവും പാട്ടുമായി 3500 പോയി. എതിരെ മഞ്ഞുമല വന്നു. അനവധി പേർ ക്യാപ്റ്റനോട് പറഞ്ഞു, സാറേ വഴി മാറ്റിവിടും മഞ്ഞുമല. അദ്ദേഹം ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും തകർക്കത്തില്ല. ഇന്ന് രാത്രി മുന്നറിയിപ്പുകൾ അനവധി പ്രാവശ്യം ദേശത്ത് കേട്ടിട്ട് പറവോന്റെ ഹൃദയത്തെ പോലെ നീ കഠിനമാക്കി വീട്ടിനകത്തിരുന്ന വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് ടൈറ്റാനിക് തകർന്നതുപോലെ നീ തകർന്നു പോകാൻ കാലമായി മുന്നറിയിപ്പ് കണ്ട് മടങ്ങി വന്നാൽ ഇന്ന് രാത്രി നീ നിത്യതയ്ക്ക് അവകാശിയാകും. സ്വത്രം മുന്നറിയിപ്പുകൾ ഗവനിച്ച ടൈറ്റാനിക് കപ്പൽ കന്യാത്രയിൽ തീർന്നു. എൻ്റെ പ്രസംഗം അതല്ല, ബ്രദർ സിസ്റ്റർ, നാട്ടുകാരെ, വീട്ടുകാരെ, ഇന്ന് രാത്രി കേൾക്കും. ടൈറ്റാനിക് തകർന്നപ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ, നല്ല ബിസിനസ്സുകാരൻ, അവൻ 5ാമത്തെ നിലയിൽ മേളിൽ നിന്ന് ചാപ്പാടടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാ കപ്പൽ കുലുങ്ങാൻ തുടങ്ങിയത്. അവന് പിടികിട്ടി ഇത് തീരാൻ പോവുകയാണ്. സ്വത്രം അവൻ ആലോചിച്ച്, താഴെ എൻ്റെ കിടക്കപ്പായും $2 ലക്ഷം റിപ്പുണ്ട്. ഞാൻ ഓടിയാൽ എനിക്കൊരു കാര്യം ചെയ്യാം, ചിലപ്പം ആ പണം എടുക്കാം. കപ്പൽ ഇതാന്നുകൊണ്ടിരിക്കുക. പക്ഷെ പണം എടുത്താൽ ഞാൻ തിരിച്ച് കയറി വരാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് അവൻ ഒരു കാര്യം ആലോചിച്ചു, പണം വേണോ ലൈഫ് ജാക്കറ്റ് വേണോ? സ്വത്രം ആ മെസ്സിനകത്ത് അനവധി ലൈഫ് ജാക്കറ്റ് തൂക്കിയിരുന്നു. അവൻ 2 പ്രാവശ്യം ആലോചിച്ചു, താഴെ 2 ലക്ഷം, മേളിൽ ഒരു ലൈഫ് ജാക്കറ്റ്. സ്വത്രം അപ്പൊ അവൻ്റെ ഉള്ളിൽ അവൻ്റെ അന്തരാത്മാവ് പറഞ്ഞു, നീ പണം എടുക്കാൻ പോയാൽ അതിനകത്ത് ഉപ്പുവെള്ളത്തിൽ നീ അറ്റ്ലാന്റിക്കിൽ താഴും. നിന്റെ മുൻപിൽ ഒരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്, പണമല്ല വലുത്. അവൻ അതിനെ ചാടി പിടിച്ചു. എന്നിട്ട് മേശപ്പുറത്തിരുന്ന 3 ഓറഞ്ച് എടുത്ത് അവൻ്റെ പാൻറ്റിനകത്ത് തിരികെ കള്ളത്തിൽ ഒറ്റ ചാട്ട്. ചില നിമിഷങ്ങൾ കഴിഞ്ഞ് അവനെ തേടി ബോട്ട് വന്നവൻ അതിനകത്ത് രക്ഷപ്പെട്ടു. ആ പുസ്തകം വായിച്ച് ഞാൻ കരഞ്ഞു പോയി. ഇംഗ്ലീഷുകാരൻ എഴുതിയ 2 ലക്ഷത്തെ ഓർത്തെങ്കിൽ ഞാൻ വെള്ളത്തിൽ പോയന്. എൻ്റെ മുൻപിലെ ലൈഫ് ജാക്കറ്റ് കണ്ടത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ 13ാമത് സീനായി കൺവെൻഷനിൽ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവന്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇന്ന് രാത്രി സത്യവചനം കേട്ട് മാനസാന്തരപ്പെട്ട് മടങ്ങുക. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ എല്ലാവർക്കും ഹല്ലേലൂയ. പഴയ നിയമത്തിൽ 2 വ്യത്യസ്ത കഥാപാത്രങ്ങളുണ്ടായിരുന്നു. ഒരുവനായിരുന്നു ശൗൽ. ശൗലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഒരു വാക്കൂടെ കഴിയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കാം, ബാക്കി നാളെ. ശൗലിൻ്റെ പ്രത്യേകത, കഴുതി അന്വേഷിച്ച് പോയവനെ ഇസ്രായേലിൻ്റെ രാജാവാക്കി. അവൻ അത് കഴിഞ്ഞ ശേഷം അവൻ്റെ ഒരു മകൻ ഉണ്ടായിരുന്നു. ദാവീദിനെതിരെ കുന്തമറിഞ്ഞ അഭിഷിക്തനെതിരെ അവൻ്റെ മകൻ്റെ പേരാണ് യോനാഥാൻ. അവൻ ദൈവവചനം കേട്ടു, ദൈവശക്തി അറിഞ്ഞു. പക്ഷേ അപ്പൻ്റെ പാരമ്പര്യത്തിൽ മുറുകെ പിടിച്ചു. അവസാനം പെരിസിർമ യുദ്ധത്തിന് ഗിൽബോറ പർവ്വതനിരയിൽ പോയി. കൊച്ചു കുഞ്ഞിൻ്റെ നെഞ്ചത്തിനകത്തേക്ക് ഒരു കുന്തം വന്ന് വീണു. ആ കുഞ്ഞ് പിടഞ്ഞു മരിച്ചു. അപ്പൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് വചനം കേട്ട കുഞ്ഞ് അവിടെ മരിച്ചു പോയി. സ്വത്രം അപ്പൊ ശൗലിന് പിടികിട്ടി, ഞാൻ ഇവിടെ മരിക്കും. അയ്യോ, ശത്രുവിൻ്റെ കുന്തം എൻ്റെ മേൽ വീഴണ്ട. അതിനാസ്പദമായി അവൻ സ്വന്തം കുന്തമെടുത്ത് അവൻ്റെ നെഞ്ചിനകത്ത് കുത്തി. ആ അഭിഷിക്തന് നേരെ പോരാടിയവൻ നീചമായി ഗിൽബോറ പർവ്വതനിരയിൽ കൊല്ലപ്പെട്ടു. സ്വത്രം എന്നാൽ വേറൊരു കൂട്ടത്തിന് പരിചയപ്പെടുത്താൻ ദാദാൻ, അബീരാം, കോരഹ്, അവരുടെ പ്രത്യേകത ദൈവസഭയ്ക്കെതിരെ കലഹമുണ്ടാക്കാൻ തുടങ്ങി. സ്വത്ര ദൈവ കുഞ്ഞുങ്ങൾ പറഞ്ഞു, കോരഹിന്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞു, പപ്പാ ഇത് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ദൈവസഭയാണ്, ഇതിനു വേണ്ടി നിലനിൽക്കരുത്. ഉപദേശി ആരോ ആയിക്കോട്ടെ, നാട്ടുകാരോ ആയിക്കോട്ടെ, ദൈവം കണക്ക് തീർത്തോളൂ. കുഞ്ഞുങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, മിണ്ടരുത്, ഇത് ശരിയാക്കിയിട്ട് ഞങ്ങൾ ഇവിടെ തീരൂ. കുഞ്ഞുങ്ങൾ പറഞ്ഞു, നെവർ, നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളില്ല. സ്വത്രം കുഞ്ഞുങ്ങൾ മാറി നിന്നു. അവസാനം ദൈവസഭയോട് വചനത്തോട് മറുതലിച്ച ദാദാ, അബീരാം, കോരഹ് അവരെ എന്ത് ചെയ്തു? ഭൂമി നെടുകെ പിളർന്നവരെ വിഴുങ്ങിക്കളഞ്ഞു വചനം ഏറ്റെടുക്കുന്നവർക്ക്. എന്നാൽ കോരഹിന്റെ മക്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, സീനായിയുടെ ചർച്ച് വന്ന് പാസ്റ്റർ ഞങ്ങളെ കേട്ടത്തില്ലായിരിക്കും, വിഷമമില്ല, കർത്താവേ വാതൊക്കെ നിന്ന് ഒരു ഹല്ലേലൂയ പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ഇന്ന് രാത്രി കരമുയർത്തുന്നവർക്കായി ആ മക്കൾ പറഞ്ഞ കാര്യമുണ്ട്, പള്ളിക്കകത്ത് കേട്ടിയിലും വേണ്ടിയല്ല, വാതിക്കൽ കാവൽ നിന്ന് ഒരു പ്രൈസ് ദി ലോർഡ് പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണം. ആ കുഞ്ഞുങ്ങളുടെ അകത്ത് സങ്കീർത്തനം ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി വഴിയിൽ വെച്ച് പട്ടുപോകാതിരിപ്പാൻ കരമുയർത്തുന്നവർക്കായി പുത്രനായ
ക്രിസ്തുവിനെ ചുംബിപ്പ്. പാരമ്പര്യത്തിന്റെ മതിൽക്കെട്ടിനകത്ത്, അപ്പന്റെ പാരമ്പര്യത്തിനകത്ത് ഉത്തുംഗ ശൃംഗത്തിൽ വിരാജിച്ച യോനാഥാൻ മരുഭൂപ്രയാണത്തിൽ പട്ടുപോയി ഗിൽബോറായി. എന്നാൽ പാരമ്പര്യം വിട്ട് സത്യവചനം കേട്ട് പള്ളിക്കകത്ത് കമ്മിറ്റിയിലില്ലെങ്കിലും പ്രസിഡന്റ് അല്ലെങ്കിലും സ്റ്റേജിനകത്ത് നിന്നില്ലെങ്കിലും ആലയത്തിന്റെ വാതിക്കൽ നിന്ന് കരഞ്ഞ് ഹല്ലേലൂയ പറയുക കൊതിച്ചവനെ സ്വർഗം ആദരിച്ചെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളെ മാനിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം, എന്റെ ജനമേ, അവളുടെ ഓഹരികളിൽ നിന്ന് നിങ്ങൾ വിട്ടുവരിക. കാന്തൻ വരാറായി. അവസാന ഭാഗം വെളിപ്പാട് 2:4-5. ബാക്കി നാള് വായിച്ചിട്ട് മോനെ. വെളിപ്പാട് എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാൻ 13ാമത്തെ കൺവെൻഷനിൽ നാട്ടുകാരോടും വീട്ടുകാരോടും പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം നമ്മളെ ഇവിടം വരെ എത്തിച്ചു. ആദ്യ സ്നേഹത്തിലേക്ക് സഭ മടങ്ങട്ടെ, കുഞ്ഞുങ്ങൾ മടങ്ങട്ടെ, മാനസാന്തരം. അടുത്ത വാക്ക്, നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? കുഞ്ഞെ, നീ മദ്യപാനത്തിൽ വീണു, മയക്കുമരുന്നിൽ വീണു, കുടുംബ തകർച്ചയിൽ വീണു, സ്നേഹത്തിൽ നിന്ന് വിട്ടകന്നു. കടന്നു വാ, കാൽവറി മല നിനക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നു. അടുത്തത് വായിച്ചാട്ടെ. എന്നോർത്ത് മാനസാന്തരപ്പെട്ട്. ആദ്യ ദിവസത്തെ സന്ദേശം കേട്ട് തന്നെ മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. പഴയതുപോലെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരിക. അടുത്തത്, നീ അല്ലാതിരുന്നാൽ ഞാൻ വരികയും. യേശു ഏത് നിമിഷത്തിലും വരും. നീ മാനസാന്തരപ്പെടാതിരിക്കുക. വായിച്ചാട്ട് മോനെ. നീ മാനസാന്തരപ്പെടാതിരുന്നാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായി പോകും. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. മടങ്ങി വാ, കാന്തൻ്റെവൻ്റെ ദുരവിൻ്റെ ധ്വനിയായി. ഇന്ന് രാത്രി സന്ദേശം കേൾക്കുന്ന, ബാക്കി നാളെ വട്ടിയൂർക്കാവ്, ഇന്റർനെറ്റ്, ഇന്നത്തെ ലോക സംഭവങ്ങൾ മുഴുവൻ വിശുദ്ധ ബൈബിളിൽ കൂടി ഒരുവൻ ഭരണത്തിൽ വരുമ്പോൾ ഇസ്രായേലിൻ്റെ ആലയം, ഇതെല്ലാം നാളെ രാത്രി പ്രസംഗിക്കും. മക്കളെ, ലോക സംഭവങ്ങൾ മുഴുവൻ കാന്തൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇന്ന് രാത്രി ഒരിക്കൽ കൂടി 13ാമതും പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്തോത്ര കാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടക്കണ്ട, കർമ്മങ്ങൾക്കും സൂക്തങ്ങൾക്കും കാണ്ഡങ്ങൾക്കും മന്ത്രങ്ങൾക്കും മന്ത്രോച്ചാരണങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. എന്നാൽ ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാടറുക്കപ്പെട്ടെങ്കിൽ അവൻ്റെ ചങ്കിലെ ചോരയാൽ എന്നെ ഒന്ന് കഴുകണമെന്ന് ആര് പ്രാർത്ഥിക്കും? നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ജീവപുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. ഇന്ന് രാത്രി വചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.